നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളൂ. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ എന്തൊക്കെയാണ് ഇവന്റ്സ്, മെയിൻ ആയിട്ടുള്ള ഇവന്റ്സ് ഏതൊക്കെയാണ്? ടഷ്കണ്ട് പീഡിയാട്രിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫ്രണ്ട് ഗേറ്റ് വരുന്നത് ഇവിടെയാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ക്യാപിറ്റൽ സിറ്റി ആയ ടഷ്കണ്ടിൽ തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു 15-16 കിലോമീറ്റർ എയർപോർട്ടിൽ നിന്നുള്ള ദൂരം യൂണിവേഴ്സിറ്റിയിലോട്ട് വരുന്നുള്ളൂ. അതുപോലെ യൂണിവേഴ്സിറ്റി ടഷ്കണ്ട് സിറ്റിയുടെ സെന്ററിൽ തന്നെയാണ്. അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും സ്റ്റുഡൻസിന് ഈസിയാണ്. അടുത്തൊരു മോൾ ഉണ്ട്, ഷോപ്പിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഇത്രയും കൂടി ഈസി അവൈലബിലിറ്റി ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച്. ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ആണെങ്കിലും അക്കാദമിക് സെന്റർ ആണെങ്കിലും എല്ലാം ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ ഈ ഒരു ക്യാമ്പസിനുള്ളിൽ തന്നെ സ്റ്റുഡൻസിന് വലിയ ലൈബ്രറീസും അതുപോലെ ഇവരുടെ അനാറ്റമി സെന്റർ എല്ലാം ഈ ഒരു ക്യാമ്പസിനുള്ളിൽ തന്നെയാണ്. അക്കാദമിക്സിന്റെ പുറമെ നോൺ അക്കാദമിക്സ്, ഇപ്പൊ സ്പോർട്സ്, ജിമ്മ് പോലുള്ള ആക്ടിവിറ്റീസും എല്ലാം ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കഫേ ഒക്കെ നല്ല അടിപൊളിയാണ്. സ്റ്റുഡൻസിന് എപ്പോഴും പോയി വരാൻ പറ്റുന്ന ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. NAMCWH അംഗീകൃതമായിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയം യൂണിവേഴ്സിറ്റി തന്നെയാണ് ടഷ്കണ്ട് പീഡിയാട്രിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. പറയുമ്പോ നമ്മുടെ ഒരു ഫ്ലവർ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാന്റിന്റെ മെയിൻ എന്താണ് ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും ഫ്ലവർ ആയിരിക്കും, അല്ലെ? ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ വേൾഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ എസെൻഷ്യൽ വേൾഡ്സ് ഉണ്ട്. എന്തായിരിക്കും നോൺ എസെൻഷ്യൽ വേൾഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആരെങ്കിലും ഒന്ന് പറയൂ, എന്തായിരിക്കും നോൺ എസെൻഷ്യൽ വേൾഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പറയൂ. ഹലോ, പറയൂ, എന്തായിരിക്കും നോൺ എസെൻഷ്യൽ വേൾഡ്സ്? ആ വേർഡിൽ തന്നെ ഉണ്ട്. അതായത് നമുക്ക് ഒരു പ്ലാന്റിനെ എസെൻഷ്യൽ അല്ലാത്ത, അതായത് ജസ്റ്റ് സ്റ്റെറൈൽ ആയിട്ടുള്ള പാർട്സിനെയാണ് ഈ നോൺ എസെൻഷ്യൽ പാർട്സ് എന്ന് പറയണത്. ലൈക്ക് എന്തൊക്കെയാ? കാലിക്സ്, കൊറോള, ഇതൊക്കെ കേട്ടിട്ടില്ലേ? കാലിക്സ്, കൊറോള ഒക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? ഓക്കെ, കാലിക്സ്, കൊറോള, അതായത് ഇപ്പൊ ഇവിടെ ഒരു ചെമ്പരത്തി പൂ കാണാം ഇല്ലേ? ഇതിന്റെ ഈ ചെടി നോക്കൂ. ഇപ്പൊ ഈ ചെടി നോക്കൂ, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫ്ലവർ, അല്ലെ? ഇതാണ് ഈ ഫ്ലവറിന്റെ എന്ത് പറയണത്? എസെൻഷ്യൽ പാർട്ട് എന്ന് പറയണത്. കേട്ടോ, ഇത് എസെൻഷ്യൽ ആണ്. കാരണം എന്താണ്? ഇയാളാണ് എന്ത് ചെയ്യണത്? ഈ റീപ്രൊഡക്ഷൻ, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഏർപ്പെടുന്ന ആളാണ് എന്ത്? ഈ എസെൻഷ്യൽ വേൾഡ് എന്ന് പറയണത്. ഈ എസെൻഷ്യൽ വേൾഡിൽ വരുന്നതാണ് ആരൊക്കെ? ഫ്ലവർ വരും. ഫ്ലവറിൽ എന്തൊക്കെയുണ്ട്? നമ്മുടെ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഏതൊക്കെയാ മക്കളെ ഫ്ലവറിന്റെ? പറയൂ കൃഷ്ണ, ഏതൊക്കെയാണ് ഒരു ഫ്ലവറിന്റെ എസെൻഷ്യൽ റീപ്രൊഡക്റ്റീവ് പാർട്സ്? ഏതൊക്കെയാ? ഇൻട്രീഷ്യം, ഗൈനീഷ്യ ആണ് പറയണത്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഫ്ലവറിങ് പ്ലാന്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? ആൻജിയോസ്പെർമ്സ് എന്ന്, അല്ലെ? ഫ്ലവറിങ് ചെയ്യുന്ന എല്ലാ പ്ലാന്റ്സിനും നമ്മൾ എന്ത് ചെയ്യും? ആൻജിയോസ്പെർമ്സ് എന്ന് പറയും. സോ ഈ ആൻജിയോസ്പെർമ്സ് എല്ലാം എന്ത് ചെയ്യും? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് നടത്തുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോ നോൺ എസെൻഷ്യൽ പാർട്ട് എന്ന് പറയണത്
നോൺ എസെൻഷ്യൽ വേൾഡ്സ് എന്ന് പറയുന്നത് പാർട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഒന്ന് പറഞ്ഞേ, ഞാൻ പറഞ്ഞില്ലേ ഏതൊക്കെയാ? സെപ്പൽസും പെറ്റൽസ്. കാലിക്സ്, ആ സെപ്പൽസ്. ഇല്ല മോളെ, സെപ്പൽസ് അതിൽ വരില്ലടാ. സെപ്പൽസ് കാരണം നമ്മുടെ ഫ്ലവറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ലേ. കാലിക്സ്, കൊറോള. ആ കാലിക്സും കൊറോളയാണ് കേട്ടോ. ഓക്കെ. എസെൻഷ്യലിൽ ഏതാ വരിക? എസെൻഷ്യലിൽ വരുന്നതാണ് നമ്മുടെ ആൻഡ്രീഷ്യം ഗൈനീഷ്യം. അതന്നെ കറക്റ്റ്. ആൻഡ്രീഷ്യവും ഗൈനീഷ്യം ആണ് നമ്മുടെ എസെൻഷ്യൽ വേൾഡിൽ വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫ്ലവർ ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഫെർട്ടിലൈസേഷൻ നടന്നത് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും മക്കളെ. എന്തിനായിരിക്കും റീപ്രൊഡക്ഷന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയായിരിക്കും? ആരെങ്കിലും ഒന്ന് പറയൂ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണതല്ലേ, കോമൺ കാര്യങ്ങളല്ലേ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും റീപ്രൊഡക്ഷൻ നടക്കുന്നത്? ഞാൻ പറയാം. ന്യൂ ഓഫ് സ്പ്രിങ്സിനെ ഉണ്ടാക്കണം അല്ലെ. ന്യൂ ഓഫ് സ്പ്രിങ്സിനെ ഉണ്ടാകണം. നമുക്കൊരു വെറൈറ്റി നമ്മുടെ ഭൂമിയിൽ ഉണ്ട് ഇല്ലേ. അപ്പൊ അതിന്റെ ആ ഒരു വെറൈറ്റി സസ്റ്റൈനബിൾ ആയിട്ട് എന്ത് ചെയ്യണം? നിലനിർത്തി പോണം അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? നമ്മള് ഈ റീപ്രൊഡക്ഷൻ മെയിൻ ആയിട്ട് നടക്കണം എന്ന് പറയണത്. അതിപ്പോ ഹ്യൂമന്റെ കേസിലായാലും പ്ലാന്റ്സിന്റെ കേസിലായാലും അല്ലെ. നമ്മള് നമ്മുടെ അടുത്ത ജനറേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ഒരു മാവ് വലുതായി അത് ഒരു അത്യാവശ്യം എന്താ പറയാ വെട്ടിപ്പോവാണ്. അതിന്റെ ഒരു ലൈഫ് കഴിഞ്ഞ് പോണ സമയത്ത് നമ്മൾ പണ്ട് ആൾക്കാരൊക്കെ ചെയ്യും, ആ പ്ലാന്റിന്റെ എന്ത് ചെയ്യും? സീഡിനെ എടുത്ത് വെക്കും ഇല്ലേ. ആ സീഡിനെ എടുത്ത് വെച്ചിട്ട് അതേപോലെ തന്നെ ഇപ്പൊ മൽഗോവോ മാംഗോ വെട്ടിപ്പോയി. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു മൽഗോവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാംഗോ ആവാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആവാം, അല്ലെങ്കിൽ ചെടി ആവാം, നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സെയിം കോപ്പി പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ ആ സസ്റ്റൈനബിൾ, അതായത് എന്താണ്, ഒരു സ്പീഷ്യസിന്റെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പീഷ്യസിന്റെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? റീപ്രൊഡക്ഷൻ ചെയ്യണം അല്ലെ. സ്പീഷ്യസ് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ. പിന്നെന്താണ്? ലൈഫ് പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ലൈഫ് പ്രോസസ്സ് നടക്കണം. കാരണം നമുക്ക് ഈ ഫ്ലവേഴ്സിന് നമ്മൾ മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ട്, നമ്മള് നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ടൊക്കെ നമ്മള് പ്ലാന്റ്സിനെയാണ് മെയിൻ ആയിട്ട് എയിം ചെയ്യണത് അല്ലെ. സോറി, എയിം ചെയ്യില്ല, അവരെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണത്. അപ്പൊ നമുക്ക് വേണ്ട ലൈഫ് പ്രോസസ്സ് ഗോയിങ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? നമ്മുടെ ഈ റീപ്രൊഡക്ഷൻ നടക്കണം എന്ന് പറയണത്. റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് എന്ത്? ഫ്രൂട്ട് അല്ലെ. ഫ്രൂട്ട് എന്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുക? റീപ്രൊഡക്ഷൻ ഒക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട് ഉണ്ടാവും. ആ ഫ്രൂട്ടിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നെക്സ്റ്റ് സീഡ് കിട്ടും. ആ സീഡിനെ നമുക്ക് ഡിസ്പേഴ്സ് ചെയ്ത് അതർ പ്ലാന്റ് ഉണ്ടാക്കാം ഇല്ലേ. അപ്പൊ നമുക്ക് പറഞ്ഞു വന്നത്, നമ്മള് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞതില് എത്ര ഇവന്റ്സ് ഉണ്ടെന്ന് നോക്കാം. മേജർ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? മേജർ ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ് ഉണ്ട്. ഇതിലാണ് റോസ് പറഞ്ഞ എന്ത് മെഗാസ്പോറോജെനിസിസ്, മൈക്രോ സ്പോറോജെനിസിസ് ഒക്കെ വരുന്നത്. ഏതൊക്കെയായിരുന്നു? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്, പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്. പിന്നെന്താണ് രണ്ടാമത്തത്? രണ്ടാമത്തെ എന്തായിരിക്കും? ഫെർട്ടിലൈസേഷൻ. എന്തായിരുന്നു മോളെ? കേട്ടില്ല. ഫെർട്ടിലൈസേഷൻ. അതെ അതെ, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നു. ഫെർട്ടിലൈസേഷൻ. അത് കഴിഞ്ഞ മൂന്നാമത്തെ ഇവന്റ് ഏതായിരിക്കും? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്. അതെ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്ന ഇവന്റ്സ് എന്ന് പറയുന്നത്. അതില് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റിൽ വരുന്നതാണ് ഏത്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റിൽ വരുന്നതാണ് ഏതൊക്കെ? റോസ് പറഞ്ഞ ഏതൊക്കെയായിരുന്നു? സ്പോറോജെനിസിസും അതുപോലെ തന്നെ എന്തായിരുന്നു? അടുത്തേതായിരിക്കും ഇപ്പോ? അടുത്തേതായിരിക്കും? ഗ്യാമറ്റോജെനിസിസ്. ഗ്യാമറ്റോജെനിസിസ് ആൻഡ് സ്പോറോജെനിസിസ്. സ്പോറോജെനിസിസിൽ വരുന്നതാണ് ഏതൊക്കെ? മൈക്രോസ്പോറോജെനിസിസ് അല്ലെ. മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് മൈക്രോസ്പോർ ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ് ആണ് എന്ത്? മൈക്രോസ്പോർ ജെനിസിസ്. അതുപോലെ തന്നെ മെഗാസ്പോറോജെനിസിസ് എന്തായിരിക്കും? മെഗാസ്പോറോജെനിസിസ് എന്ന് പറയുമ്പോ പറഞ്ഞ പോയ റോസ് പോയാ
ലിബ പറയൂ, എന്തായിരിക്കും മെഗാസ്പോറോജെനിസിസ്? ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ജോയിൻ ചെയ്തിട്ടുള്ളൂ. നെറ്റ് ഓക്കെ കട്ട് ഓക്കെ ചെയ്തു. ഓക്കെ ഓക്കെ. മെഗാസ്പോറോജെനിസിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മെഗാസ്പോർ മദർസിൽ നിന്ന് മെഗാസ്പോർ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? മെഗാസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. ഇതാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റിൽ വരിക. ഇത്രയും കിട്ടിയോ? മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ. നമ്മുടെ സ്ട്രക്ചർ ഓഫ് എ ഫ്ലവർ നോക്കാം. ഇതൊരു ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ കാണുന്നില്ലേ? ഫ്ലവറില് കാണുന്നില്ലേ മക്കളെ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഫ്ലവർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവർ ആണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ റീപ്രൊഡക്റ്റീവില് മെയിൻ ആയിട്ടുള്ള റോള് നടത്തുന്ന ആള് അല്ലെ? അപ്പൊ ഫ്ലവറിന് എന്തൊക്കെ ഉണ്ടായിരിക്കും? ഫ്ലവറിൽ കാണുന്നില്ലേ? ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം ആണ് എന്ത്? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. ഗൈനീഷ്യം ആണ് നമ്മുടെ എന്ത്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അപ്പൊ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം എന്തുണ്ട്? ഇതാണ് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ആൻഡ്രീഷ്യം. പിന്നെ ഇതാണ് ഗൈനീഷ്യം. കണ്ടോ? ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇവിടെ പിക്ചർ വലുതായി കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഗൈനീഷ്യം. കണ്ടോ? ഗൈനീഷ്യം അല്ലെങ്കിൽ ഗൈനീഷ്യം നമ്മൾ മൊത്തത്തിൽ പറയും. അതിന്റെ സബ് യൂണിറ്റ് എല്ലാം കൂടി ചേർന്നിട്ട് അതിനെ പറയുന്ന പേരാണ് എന്ത്? കാർപ്പൽസ് എന്ന് പറയുന്നത്. കിട്ടിയോ? അതുപോലെ തന്നെ ആൻഡ്രീഷ്യം എന്ന് മെയിൻ ആയിട്ട് പറയും. ആൻഡ്രീഷ്യത്തിന്റെ എല്ലാ പാർട്ടിനെയും കൂടിയിട്ട് പറയുന്ന പേരാണ് എന്ത്? സ്റ്റേമൻസ് എന്ന്. കിട്ടിയോ? സ്റ്റേമനും കാർപ്പലും. കാരണം ഈ ഒരു വേർഡാവും നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾ മീൻസ് ബുക്ക് വായിക്കുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുക. കാർപ്പൽ ആൻഡ് സ്റ്റേമൻസ്. കിട്ടിയോ? എന്താണ്? ഈ എല്ലാ പാർട്ടിനെയും കൂടെ പറയുന്ന ഒരു പേരാണ് എന്ത്? കാർപ്പൽസ് എന്ന്. കിട്ടിയോ? ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്. ഗൈനീഷ്യം നോക്കാം. ആൻഡ്രീഷ്യം നോക്കാം. ആൻഡ്രീഷ്യം ആണ് എന്ത്? നമ്മൾ പറഞ്ഞ പോലെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദി ഫ്ലവർ എന്ന് പറയുന്നത് ആൻഡ്രീഷ്യം ആണ്. ആൻഡ്രീഷ്യത്തിന് എന്തുണ്ട്? ഒരു ആൻഡ്രീഷ്യനും എല്ലാം കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റേമൻസ് എന്ന് പറയാ. ഒന്നിലധികം ഉള്ളതിനെയാണ് നമ്മൾ എല്ലാ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റേമൻസ് എന്ന് പറയാ. ആൻഡറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആൻഡറിന്റെ സ്ട്രക്ചറിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? അതെ, ഒരു ഫിലമെന്റ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ലോബ്ഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? അങ്ങനെ ലോബും കൂടിയിട്ട് വരുന്ന ഈ ഒരു സ്ട്രക്ചർ ആണ് ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് ആൻഡർ എന്ന് പറയുന്നത്. ആൻഡറിന്റെ കണ്ടോ? ഫിലമെന്റ് കാണാം. അതുപോലെ തന്നെ ബൈലോബ്ഡ് സ്ട്രക്ചറും കാണാം. ഇതാണ് കൊറോള എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഫ്ലവറിന്റെ പുറമേ എന്ന് പറയുന്ന ഈ ഭാഗത്തിനെ നമ്മൾ എന്ത് പറയാ? കൊറോള എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൊറോള, സെപ്പല്. കണ്ടോ? ഇങ്ങനെ നമ്മൾ ചെമ്പരത്തി പൂവൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സെപ്പലൊക്കെ ശരിക്കും കാണാൻ പറ്റും. ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? സെപ്പൽ എന്ന് പറയാ. കണ്ടോ? ഓക്കെ. അപ്പൊ ഈ ആൻഡറിന്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക? പൊള്ളൻ ഗ്രെയിൻ ഉണ്ടാവുക. മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഫ്ലവേഴ്സിന്റെ കേസിലെ മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? പൊള്ളൻ ഗ്രെയിൻസിനെയാണ്. അതെ, പൊള്ളൻ ഗ്രെയിൻസിനെയാണ് എന്ത് പറയാ? നമ്മുടെ മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത്. ഈ മെയിൽ ഗാമേറ്റ് ആണ് എന്തിനു വേണ്ടി പോവാ? ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ഗൈനീഷ്യത്തിലോട്ട് നോക്കാം. പാർട്സ് ഓഫ് എ ഫിലമെന്റ് നോക്കാം. പാർട്സ് ഓഫ് എ സ്റ്റേമനിൽ എന്തൊക്കെയാണ്? ഫിലമെന്റും ആന്തർ ഉണ്ടായിരിക്കും. ഓക്കെ, ഫിലമെന്റും ആന്തർ ഉണ്ടായിരിക്കും. ഫിലമെന്റ് പറഞ്ഞാൽ സ്റ്റോക്ക്. അതിന് ഇവിടെ ഈ നമ്മുടെ എന്താ പറയാ? ഫ്ലവറിലോട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? ഫിലമെന്റ് എന്ന് പറയുന്നത്. അല്ലേ? കണ്ടോ? ഇവിടെ ഫിലമെന്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ ഫിലമെന്റ് ഒക്കെ കണ്ടോ? ഇതൊക്കെ എന്താണ്? ആന്തേഴ്സ് ആണ്. ഈ ആന്തേഴ്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? ആന്തർ എന്ന് പറയുന്നത്.
ആന്തറിന്റെ ഫിലമെന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇവിടെ ആന്തർ കാണാം. ആന്തറിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബൈലോബ്. കണ്ടോ, ബൈലോബ്ഡ് സ്ട്രക്ചർ ആയിരിക്കും കേട്ടോ. കണ്ടോ, ബൈലോബ്ഡ് സ്ട്രക്ചർ ആയിരിക്കും ആന്തർ എന്ന് പറയുന്നത്. ഡൈതീക്കസ് ആയിരിക്കും. എന്തായിരിക്കും ഡൈതീക്കസ് എന്ന് പറയുമ്പോൾ? ഒരു ആന്തർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഇങ്ങനെ രണ്ട് ഭാഗമായിട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡൈതീക്കസ് എന്ന് പറയണത്. കിട്ടിയോ? എന്താണ് ഡൈതീക്കസ് എന്ന് മനസ്സിലായോ? യെസ് മാം, രണ്ട് തീക്കുള്ളതല്ലേ? രണ്ട് തീക്കുള്ളതിനെയാണ് ഡൈതീക്കസ് എന്ന് പറയാ. അപ്പൊ നമുക്ക് നോക്കാം, മോണോതീക്കസ് ആന്തേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മോണോതീക്കസ് എന്ന് പറയുമ്പോ ഒരു ലോബേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ എന്തായിരിക്കും? അതിനെ കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തീക്കസേ ഉണ്ടാവുള്ളൂ, അല്ലെ? ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയാ? മോണോതീക്കസ് എന്ന് പറയണത്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ ഇതിലില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം നീറ്റില് ലെവലില്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. മോണോതീക്കസ് എന്ന് പറയുമ്പോൾ വൺ ലോബ്ഡും അതുപോലെ തന്നെ ഒരു തീക്കസ് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അത് കാണുന്നത് ഇതിലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിള് നിങ്ങൾ നോട്ട് ചെയ്തോ, നമ്മുടെ ഹിബസ്കസ് ഇല്ലേ, ഹൈബിസ്കസ് കേട്ടിട്ടുണ്ടോ? ഹൈബിസ്കസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെമ്പരത്തിന്ന് പറയുന്ന പേരാണ് ഹൈബിസ്കസ് കേട്ടാ. ഇവര് വരുന്ന ഫാമിലിയാണ് ഇത് മാൽവേസിയ ഫാമിലി. മാൽവേസിയ ഫാമിലിയിലുള്ള എല്ലാവരും എന്തായിരിക്കും? മോണോതീക്കസ് ആന്തേഴ്സ് ഉള്ളവരായിരിക്കും. അതിന് എക്സാമ്പിൾ വല്ലവർക്കും പറയാൻ പറ്റുമോ? മാൽവേസിയ ഫാമിലിയിൽ വരുന്ന വേറെ ഏതെങ്കിലും പ്ലാന്റ് അറിയോ? കേട്ടിട്ടുണ്ടോ? അറിയില്ല, ഞാൻ പറയാം. നമ്മുടെ വെണ്ട ഇല്ലേ, ലേഡീസ് ഫിംഗർ ഒക്കെ എന്തായിരിക്കും? ഈ ഒരു ഫാമിലിയിൽ വരുന്നതാണ് കേട്ടോ മക്കളെ. മാൽവേസിയ ഫാമിലിയിൽ വരുന്ന എല്ലാ പ്ലാന്റ്സിനും മോണോതീക്കസ് ആന്തേഴ്സ് ആയിരിക്കും. കിട്ടിയോ? യെസ് മാം. ഓക്കെ. അപ്പോ ഡൈതീക്കസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബൈലോബ്ഡ് സ്ട്രക്ചറേഴ്സ് ആയിരിക്കും. ടെട്രാസ്പോറോജിനേറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പൊള്ളൻ സാക്ക് ഒക്കെ ഉണ്ടായിരിക്കും. ഇതാണ് ഡൈതീക്കസിന്റെ സ്ട്രക്ചർ, അല്ലെ? ഡൈതീക്കസ് നമ്മള് ഇതായി കഴിഞ്ഞാൽ 4 സാക്ക് ഉണ്ടാവും. ഇതാണ് എന്ത്? പൊള്ളൻ സാക്ക് എന്ന് പറയണത്. കിട്ടിയാ? അപ്പൊ മോണോതീക്കസിന്റെ എക്സാമ്പിൾ പഠിച്ചു വെച്ചോളോ. ഏതായിരുന്നു മോണോതീക്കസിന്റെ എക്സാമ്പിള്? ഹിബിസ്കസ്. ഓക്കെ. ആ ഫാമിലി ഏതായിരുന്നു? ഏത് ഫാമിലിയിലാണ്? മാൽവേസിയ ഫാമിലിയിലായിരിക്കും കേട്ടോ. പിന്നെ ഒരു ഡൈതീക്കസിന്റെ എക്സാമ്പിള് അക്കേഷ്യസിലൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ഏതിന്റെ? ടി എസ് ഓഫ് എൻ ആന്തർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടാ. അപ്പൊ ഇതില് പൊള്ളൻ സാക്ക് കാണാം, അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പൊള്ളൻ ഗ്രെയിൻസ് ഒക്കെ കാണാം, അല്ലേ? ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, ഇവിടെ ഞാൻ നോട്ട് ചെയ്ത് നിങ്ങൾ വായിച്ചാൽ മതി. ബൈലോബ്ഡ് ആയിരിക്കും, 2 തീക്കസ് ഉണ്ടായിരിക്കും. 2 തീക്ക എന്ന് പറയുന്നത് ഇതിനെയാണ് കേട്ടാ. ഈ 2 തീക്ക അറേനെയാണ് നമ്മൾ എന്ത് പറയാ? ഡൈതീക്കസ് എന്ന് പറയണത്. കിട്ടിയില്ലേ? ഇനി നമുക്ക് ടി എസ് എടുത്ത് നോക്കാം. ടി എസ് എടുത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാം, നമുക്കൊരു 4 ലോബ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്തിന്റെ വരുന്നത്? ആന്തറിന്റെ വരുന്നത്, അല്ലെ? 4 മൈക്രോസ്പൊറാഞ്ചിയെ കാണാൻ പറ്റും. കണ്ടോ, ഇതൊക്കെ എന്താണ്? മൈക്രോസ്പൊറാഞ്ചിയാണ്, അല്ലെ? ഇതൊക്കെ എന്താണ്? മൈക്രോസ്പൊറാഞ്ചിയാണ്. എല്ലാ കോർണേഴ്സിലും ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക? മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടായിരിക്കും. ഈ മൈക്രോസ്പോർ മദർ സെല്ലിന് മൈറ്റോട്ടിക് ഡിവിഷൻ ഒക്കെ നടന്നതിന് ശേഷം അതെന്തായിട്ട് മാറും? മക്കളെ? പൊള്ളൻ ഗ്രെയിൻസ് ആയിട്ട് മാറും. ഓക്കെ. അപ്പോ നമുക്കിതിന് ഇപ്പൊ ഒരു മിനിറ്റ്. ഇതാണ് നമുക്കൊരു മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. മൈക്രോസ്കോപ്പിൽ കൂടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. 4 ലോബ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും, ലൈക്ക് എ ബട്ടർഫ്ലൈ. നമുക്ക് ഇതിന്റെ മെയിൻ ലെയേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ലെയേഴ്സ് ഏതൊക്കെയായിരിക്കും? ഏറ്റവും പുറത്തെ ലെയറാണ് എന്ത്? എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉള്ളിലത്തെ ലെയറാണ് ഏത്? എൻഡോതീഷ്യം. അതുപോലെ തന്നെ മിഡിൽ ലെയർ ടപ്പീറ്റം. ഈ ടപ്പീറ്റത്തിന്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? പഠിച്ചിട്ടുണ്ടോ +2-ല്? നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. ആർക്ക് പ്രൊവൈഡ് ചെയ്യാം മോളെ നറിഷ്മെന്റ്?
പൊള്ളൻ ഗ്രെയിൻ, അതായത് ഡെവലപ്പിംഗ് പൊള്ളൻ ഗ്രെയിന്. ഇപ്പൊ ഇവരിതിന്റെ ഉള്ളിലിരിക്കെ എന്തുണ്ടായിരിക്കും, ഇപ്പൊ ഇങ്ങനെ ആന്തറിന്റെ ഉള്ളില് ആന്തറിന് മെച്ചുറേഷൻ സംഭവിക്കുന്ന സമയത്താണ് ഈ പറയുന്ന പൊള്ളൻ ഗ്രെയിൻ പുറത്തേക്ക് വരിക. അപ്പൊ മെച്ചുറേഷൻ ചെയ്യുന്ന സമയം വരെ എന്തുണ്ടാവും, നമ്മുടെ ഈ ആൻഡ്രീഷ്യത്തിന്റെ ഉള്ളില് നമ്മൾ ഈ പറയുന്ന പൊള്ളൻ ഗ്രെയിനിന് എന്ത് സംഭവിക്കും, പൊള്ളൻ ഗ്രെയിൻ ആയിട്ട് മാറുകയാണ്. അപ്പോ അതിന്റെ ഉള്ളിൽ എന്തായിരിക്കും, ന്യൂമറസ് ആയിട്ടുള്ള സെൽസ്, മൈക്രോസ്പോർ മദർ സെൽസ് ഉണ്ടായിരിക്കും. എവിടെ, അതെ ഇതിന്റെ ഉള്ളിലൊക്കെ നിറയെ കണ്ടോ, ഇവിടെ ഇവിടെയൊക്കെ എന്തുണ്ട്, മൈക്രോസ്പോർ മദർ സെൽസ് ഉണ്ട്. ഈ മൈക്രോസ്പോർ മദർ സെൽസ് കണ്ടോ, ഇതൊക്കെ എന്താണ്, മൈക്രോസ്പോർ മദർ സെല്ലാണ്. ഈ ഓരോ മൈക്രോസ്പോർ മദർ സെൽസ് ഉണ്ടായിട്ട് ഇതിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? ആ ഒരു പ്രോസസ്സാണ് എന്ത്, മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. മക്കളെ നോട്ട് ചെയ്തോളോ, ഇമ്പോർട്ടന്റ് ആണ് മൈക്രോസ്പോറോജെനിസിസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ഒന്നും കൂടി ഞാൻ പറയാം. അതായത് നമ്മുടെ ആന്തറിന്റെ ഉള്ളില് 4 സാക്ക് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു, പൊള്ളൻ സാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈക്രോസ്പോർസ് ഒക്കെ അതിന്റെ ഉള്ളിൽ നമ്മുടെ ഈ ഒരു ആന്തറിന്റെ ഉള്ളിലായിട്ട് ഇരിക്കുന്നുണ്ടാവുക. അവിടെ മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടായിരിക്കും, MMC. ഓക്കെ, ഈ മൈക്രോസ്പോർ മദർ സെൽസിന് ഇതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും, മൈറ്റോട്ടിക് ഡിവിഷൻസ് നടന്നിട്ടാണ് നമ്മുടെ പൊള്ളൻ ഗ്രെയിൻ ആയിട്ട് അവർ മാറുക. ഓക്കെ, അപ്പോ അതിന് വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ, ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പൊള്ളൻ ഗ്രെയിൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഉണ്ടാവുന്ന പൊള്ളൻ ഗ്രെയിൻസിന് വേണ്ടിയിട്ടുള്ള നറീഷ്മെന്റ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്, ടപ്പീറ്റം ലെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ടപ്പീറ്റം ലെയർ എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്താ? ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഓക്കെ ഓക്കെ, അപ്പോ ഇതുപോലെ അതെ, ടപ്പീറ്റത്തിന്റെ കണ്ടോ, ടപ്പീറ്റ് എന്താ ചെയ്യാ, നറീഷ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുക ഫോർ ദി ഡെവലപ്പിംഗ് പൊള്ളൻ ഗ്രെയിൻസ്. ഓക്കെ, കണ്ടോ കണ്ടോ? ഓക്കെ, കണ്ട ഈച്ച് യങ് ആന്തേഴ്സിലെ എന്താ മൈക്രോസ്പൊറാഞ്ചി ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ മൈക്രോസ്പൊറാഞ്ചി എന്ന് പറയാ. അവിടുത്തെ സ്പോറോജീനിയസ് ടിഷ്യൂസ് സെന്റേഴ്സ് ഉണ്ടായിരിക്കും. അവർക്ക് എന്ത് സംഭവിക്കും, സ്പോറോജീനിയസ് ടിഷ്യൂസ് ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. ഡിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ എന്താ, 2N ആയിരിക്കും. ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോജീനിയസ് ടിഷ്യൂസിന് എന്ത് സംഭവിക്കും, മൈക്രോസ്പോർസ് അതായത് പൊള്ളൻ ഡിവിഷൻ നടന്നിട്ടാണ് എന്ത് സംഭവിക്കുക, നമ്മുടെ പൊള്ളൻ ഗ്രെയിൻ ആയിട്ട് മാറുക അല്ലേ? ഓക്കെ, സ്പോറോജീനിയസ് സെൽസിന് അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ ടു ഫോം മൈക്രോസ്പോർ ടെട്രാഡ്സ്. ഈ മൈക്രോസ്പോർ ടെട്രാഡ്സ് എവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് കണ്ടോ, കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ട് ഇതില്. ഓക്കെ, കണ്ടോ പൊള്ളൻ മദർ സെൽസിനെ കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ നിന്നുള്ള പൊള്ളൻ മദർ സെൽസ് കണ്ടോ ഡിപ്ലോയിഡ് ആയിരുന്നു. ഈ പൊള്ളൻ മദർ സെൽസിന് മിയോസിസ് മീറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ടെട്രാഡ് ഓഫ് പൊള്ളൻ, അതായത് വേറെ ഒന്നല്ല, ഇതിലിങ്ങനെ ഒരു ക്ലസ്റ്റർ ആയിട്ട് ഒരു ഗ്രൂപ്പ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇല്ലേ, ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് പൊള്ളൻ ഗ്രെയിൻസ് ആയിട്ട് മാറും. അതെന്ത് എപ്പോഴാണ്, അറ്റ് ദി ആന്തർ മാച്ചുറേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ പൊള്ളൻ ടെട്രാഡ് എന്നുള്ളതിന് മാറും. കണ്ടോ, ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ ഫ്രം പൊള്ളൻ മദർ സെൽസ് PMC ഈസ് നോൺ ആസ് മൈക്രോസ്പോറോജെനിസിസ്. കിട്ടിയോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു, ആന്തറിന്റെ കാര്യമാണ് സോറി, നമ്മൾ റീപ്രൊഡക്ഷനിൽ ഫസ്റ്റ് പഠിച്ചത് ഏതായിരുന്നു, മെയിൽ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏതായിരുന്നു, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആയിട്ടുള്ള ആൻഡ്രീഷ്യം ആണ് പറഞ്ഞത്. ആൻഡ്രീഷ്യത്തിന്റെ മെയിൻ പാർട്സ് ഏതൊക്കെയായിരുന്നു, സ്റ്റേമൻ ആൻഡ് ഫിലമെന്റ് ആൻഡ് ആന്തർ. ആന്തർ എങ്ങനെ എത്ര ടൈപ്പ് ഉണ്ട് മക്കളെ, ഞാൻ 2 ടൈപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊക്കെയായിരുന്നു, മോണോതീക്കസും ഡൈതീക്കസും പറഞ്ഞു. ഡൈതീക്കസ് മോണോതീക്കസിന് എക്സാമ്പിൾ ഏതായിരുന്നു, ഹിബിസ്കസ് മാൽവേസിയ ഫാമിലി കേട്ടോ. ഓക്കെ ഓക്കെ, പൊള്ളൻ സാക്കിലായിരിക്കും എന്തുണ്ടാവുക, പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടാവുക. പൊള്ളൻ ഗ്രെയിൻസിന്റെ ഫോർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആൻഡ്രീഷ്യത്തിന്റെ ഉള്ളിലുള്ള പൊള്ളൻ മദർ സെൽസിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നതിന് ശേഷമാണ് നമുക്ക് എന്തുണ്ടാവുക, പൊള്ളൻ ഗ്രെയിൻ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരും, അതായത്
ഒരെണ്ണത്തിന് മിനിറ്റ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് കേട്ടോ, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹലോ ഹലോ, കേൾക്കുന്നില്ലോ? വോയിസ് കേൾക്കുന്നില്ലേ? ഉണ്ട് മാം കേൾക്കുന്നുണ്ട്. ഓക്കെ. നമ്മൾ പറഞ്ഞു, അതായത് ഫീമെയിലില് എത്ര ഗ്യാമേറ്റ് ഉണ്ടാവുക? ഫീമെയിലില് എത്ര ഗ്യാമേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഒറ്റൊരു ഗ്യാമേറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ? 1 egg ആണ് ഉണ്ടാവുക അല്ലേ? പക്ഷേ മെയിൽസില് എത്ര പൊള്ളൻ ഗ്രെയിൻ ആണെന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടോ? 4. ഇല്ല. അല്ല മക്കളെ, പൊള്ളൻ ഗ്രെയിനിന്റെ നമ്പറിനെ കുറിച്ചിട്ടൊരു ചോദ്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടാ. അതായത് ഒരു പൊള്ളൻ ഗ്രെയിനിന്റെ ഒരു മദർ സെല്ലിൽ നിന്ന് ഒരു മദർ സെല്ലിൽ നിന്ന് 1 PMC, അതായത് പൊള്ളൻ ഗ്രെയിൻ മദർ സെല്ലിൽ നിന്ന് 4 പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടാവും. ഇതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടാ. ഒരു പൊള്ളൻ മദർ സെല്ലിൽ നിന്ന്, അതായത് ഇവിടെ കാണുന്നുണ്ട്, ഇതിൽ നിന്ന് 4 മദർ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, അതായത് ഹൗ മെനി മെയ്റ്റോട്ടിക് ഡിവിഷൻസ് ആർ നെസസറി ടു പ്രൊഡ്യൂസ് 100 പൊള്ളൻ ഗ്രെയിൻസ്? അതായത് 100 പൊള്ളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നാലാണ് കിട്ടാറ്? ചെറിയ കണക്കൊക്കെ ഈ ഒരു ഭാഗത്തിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മളിത് +2 ഇതായിണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് നീറ്റില് PYQല് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് പറയണത്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളോ. എത്രയാണെന്ന് നോക്കാം. അതായത് 100 പൊള്ളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ എത്ര മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കണം എന്നാണ് പറയണത്? എത്രയായിരിക്കും? 20? അതെ, 25. അതായത് നമ്മൾ പറഞ്ഞു ഒരു PMCയിൽ നിന്ന് 4 എണ്ണം ഉണ്ടാവും ഇല്ലേ? അപ്പൊ നമുക്ക് 100/4 ചെയ്ത് കഴിഞ്ഞാൽ 25 എന്ന് കിട്ടും. കണ്ടോ? ഇതൊരു PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ഇത് മനസ്സിലായോ? മക്കളെ? ഇതാരെ ഇപ്പൊ റെസ്പോണ്ട് ചെയ്യണത്? റെസ്പോണ്ട് ചെയ്ത ആളുടെ പേരുണ്ടായിരുന്നു ലിബിയാണ് അല്ലേ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിലത്തെ ആരായിരുന്നു? ഭദ്ര ഒന്നും ഇല്ലേ ക്ലാസ്സില്? ഭദ്ര ഇല്ലേ? ഭദ്ര ഇല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഇതുപോലെ നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഇപ്പൊ 200 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ 200/4. ക്ലിയർ ആയില്ലേ? ഇതാണ് ആ ഒരു ഇത് വരണത്. എത്രയാണോ നമുക്ക് എത്രയാണോ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തേണ്ടത് അതേ /4. കാരണം ഒരു PMC 4 പൊള്ളൻ ഗ്രെയിൻസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യാം. മാം, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ചാപ്റ്ററിന്റെ ബാക്കി എപ്പോഴാണ് എടുക്കുക? ബാക്കി എടുക്കാൻ ഇന്നിപ്പോ എന്നോട് പുതിയ ചാപ്റ്റർ എടുക്കാനാ പറഞ്ഞത്. ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് കവർ ചെയ്യാം. ഓക്കെ മാം. ഓക്കെ, അത് എടുക്കാം കേട്ടാ. അത് കുറച്ചും കൂടി ഉള്ളൂ. ഓക്കെ മാം. ഓക്കെ. അപ്പോ ഒരു പൊള്ളൻ ഗ്രെയിനിൽ നിന്ന് മദർ സെല്ലിൽ നിന്ന് 4 ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ ഇത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യണം. ഇത് ക്ലിയർ ആയോ? കോൺസെപ്റ്റ് ക്ലിയർ ആയോ എങ്ങനെയാന്നുള്ളത്? ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു മദർ സെല്ലിൽ നിന്ന് 4 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണത്. ഈ ടെട്രാഡ് പ്ലോയിഡി വെച്ച് ക്വസ്റ്റ്യൻ വരൂ? ഏതാണ് മക്കളെ? പ്ലോയിഡി ചോദിച്ചു വരും. ഞാൻ പറയാം, ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഹാപ്ലോയിഡ്സ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം എവിടെന്നാന്ന് ചോദിക്കാം. ഹാപ്ലോയിഡ്സ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം എവിടെ ആയിരിക്കും? ഓപ്ഷൻസ് ഞാൻ പറയാം. പൊള്ളൻ ഗ്രെയിൻസ്, റൂട്ട് അപ്പെക്സ്, ഷൂട്ട് അപ്പെക്സ്, എംബ്രിയോ. ഞാനിപ്പോ പൊള്ളൻ ഗ്രെയിൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് PYQ ആണ് പറയുന്നത്. കാരണം നമ്മൾ ഈ ഒരു പോർഷനല്ലേ എടുത്തിട്ടുള്ളൂ.
അതുകൊണ്ടാണ് ഞാൻ അതിനുള്ള PYQ കൈയോടെ പറഞ്ഞു പോണത്. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഹാപ്ലോയിഡ് ആയിട്ടുള്ളത് എവിടെ കാണപ്പെടുകയെന്നാണ് ചോദിക്കുന്നത്. എംബ്രിയോ ഓപ്ഷൻസ് വായിച്ചത് ശ്രദ്ധിച്ചില്ലേ? പൊള്ളൻ ഗ്രെയിൻസില് കേട്ടോ. ഓപ്ഷൻസ് ഭയങ്കര സിമ്പിൾ ആണ്. കാരണം എന്താ, റൂട്ട് അപ്പെക്സും ഷൂട്ട് അപ്പെക്സും ഒക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പൊള്ളൻ ഗ്രെയിൻസിൽ എന്തായിരിക്കും? ഹാപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും ഉണ്ടായിരിക്കാം. കിട്ടിയില്ലേ? ആ ഓക്കെ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. മിയോസിസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ എവിടെയൊക്കെ ആയിരിക്കും? സ്പോർ മദർ സെൽസ്, മൈക്രോസ്പോർസ്, മെഗാസ്പോർസ്, ടപ്പീറ്റൽ സെൽസ്. എവിടെയാണ് മിയോസിസ് കാണാന്ന് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. മിയോസിസ് എവിടെയായിരുന്നു എടാ? മിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈറ്റോട്ടിക് ഡിവിഷനാണ് മിയോസിസ് എന്ന് പറയുന്നത് കേട്ടാ. മൈറ്റോട്ടിക് ഡിവിഷൻ ആർക്കാ സംഭവിച്ചത് ഇവിടെ? സ്പോർ മദർ സെല്ലിനല്ലേ? സ്പോർ മദർ സെൽസിന് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ചിട്ടല്ലേ അവരെന്തായിട്ട് മാറിയത്? മൈക്രോസ്പോർസ് ആയിട്ട് മാറിയത്. അതായത് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. മിയോസിസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് അവർ ഓപ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. മിയോസിസ് ക്യാൻ ബി ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് ഏതായിരുന്നു? സ്പോർ മദർ സെൽസ്, മൈക്രോസ്പോർസ്, മെഗാസ്പോർസ്, ടപ്പീറ്റൽ സെൽസ്. ഏതായിരിക്കും? മെഗാസ്പോർ മദർ സെൽ അല്ലേ മിയോസിസ് നടക്കുന്നത്? അല്ലല്ല, സ്പോർ മദർ സെൽസ് മെഗാസ്പോർസിലല്ല. മിയോസിസ് നടക്കുന്നത് സ്പോർ മദർ സെൽസില്, നമ്മുടെ മൈക്രോസ്പോർസില്. മെഗാസ്പോർസിലല്ലടാ. നമ്മളിപ്പോ മൈക്രോസ്പോറിന്റെ പേരല്ലേ പറയുന്നത്? ഓക്കെ ഓക്കെ മാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർ മദർ സെൽസ് എന്താണ്? ഡിപ്ലോയിഡ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഈ സെൽസ് ഇങ്ങനെ മിയോട്ടിക്കലി മിയോട്ടിക്കലി എന്ത് ചെയ്യും? ഹാപ്ലോയിഡ് സെൽസിനെ അല്ലെങ്കിൽ സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? മെഗാസ്പോർ അല്ലെങ്കിൽ സോറി, രണ്ടിലും നമുക്ക് പറയാൻ പറ്റുന്നു കേട്ടോ. മെഗാസ്പോറിലും മൈക്രോസ്പോറിലും പറയാം. ശരിയാണ്, ഹാപ്ലോയിഡ് ആയിരിക്കും കേട്ടോ അവര്. അതായത് മദർ സെൽസ് ഹാപ്ലോയിഡ് ആയിരിക്കും. ഇൻ മെഗാസ്പോർസ് ആൻഡ് മൈക്രോസ്പോർസ്. ഓക്കെ, ക്ലിയർ ആയോ? നോക്കണം, ക്വസ്റ്റ്യനും കൂടി പറയാം. നമ്മുടെ ഇതിലത്തെ കണക്ക് മനസ്സിലായോ? മാത്സ് ചെയ്തത് മനസ്സിലായോ? മാത്സ് അല്ല, ചെറിയൊരു പ്രോബ്ലം. ആ ഓക്കെ. ഇനി നമുക്ക് എന്തുണ്ടായി? മൈക്രോസ്പോറോജെനിസിസ് കഴിഞ്ഞപ്പോ നമുക്ക് എന്തുണ്ടായി? പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടാവും. ഈ പൊള്ളൻ ഗ്രെയിൻസ് ടെട്രാഡ് ഫോമിൽ ഉണ്ടായിരിക്കാം. ടെട്രാഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടത്തിലാവും. അതിനുശേഷം പൊള്ളൻ ഗ്രെയിൻസ് മെച്യൂർ ആവുമ്പോൾ എന്ത് സംഭവിക്കും? അത് പൊട്ടിയിട്ട് പൊള്ളൻ ഗ്രെയിൻസ് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് മാറും. ഓക്കെ ഓക്കെ. കണ്ടോ? ആന്തർ മെച്ചൂർ ചെയ്യുമ്പോൾ ഡീഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ മൈക്രോസ്പോർസ് ഡിസോസിയേറ്റ് ഫ്രം ഈച്ച് അതർ ആൻഡ് ഡെവലപ്പിംഗ് ടു പൊള്ളൻ ഗ്രെയിൻസ്. ഇത് കണ്ടില്ലേ? ഇത് ആന്തർ പൊട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ലെയേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? ആന്തർ പൊട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ലെയേഴ്സ് എൻഡോതീഷ്യം. അതിലെല്ലാ ലെയറും പെടും മക്കളെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മിഡിൽ എൻഡോതീഷ്യം അങ്ങനെ പൊട്ടി എല്ലാ ലെയറും അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കണ്ട ഇവിടെ നോക്കിയേ, ഇവിടെ കണ്ടോ? ഇവിടുന്ന് ആദ്യം നമ്മുടെ എൻഡോതീഷ്യം പൊട്ടും, പിന്നെ അതുപോലെ തന്നെ മിഡിൽ ലെയർ പൊട്ടും, ടപ്പീറ്റം പൊട്ടും, പിന്നെ ലാസ്റ്റ് എപ്പിഡെർമിസ് പൊട്ടിയിട്ട് ഇതാവും. ഇതൊരു പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അതായത് പൊള്ളൻ ഗ്രെയിനിന്റെ റിലീസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ലെയേഴ്സ് ഏതൊക്കെ? ആ ലെയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പൊള്ളൻ സാക്കിന് ചുറ്റുമുള്ള ലെയേഴ്സ് ആയിരിക്കും കേട്ടോ. ഈ സ്ക്വയർ MC എന്ന് പറഞ്ഞിട്ടുള്ള ഇത്, ആ ഒരു ഇക്വേഷൻ അത് പഠിച്ചിട്ടുണ്ട്. അത് ഈ സ്ക്വയർ MT, അതായത് വേറെ ഒന്നല്ല, എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, പിന്നെ ഏതായിരുന്നു?
മിഡിൽ ലെയർ ലാസ്റ്റ് ഏതായിരുന്നു? ഇന്റർമോസ്റ്റ് ലെയർ ഏതാ? ലാസ്റ്റ് ലെയർ ടപ്പീറ്റം. അപ്പൊ ഇതിനൊരു ഇക്വേഷൻ ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഓർത്ത് വെക്കാം. എങ്ങനെയാ? ഇ സ്ക്വയർ എം ടി. കണ്ടോ? ഇ സ്ക്വയർ എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയർ ആൻഡ് ടപ്പീറ്റം. കിട്ടിയോ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അതാ ഞാൻ പറഞ്ഞത്. അതായത് ഏതൊക്കെ ലെയർ ആണ് പൊള്ളൻ ഗ്രെയിൻസിനെ റിലീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ലെയർസ്. അതിന്റെ ഇക്വേഷൻ ആണ് ഇ സ്ക്വയർ എം ടി. ഇ സ്ക്വയർ എം ടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയർ ആൻഡ് ടപ്പീറ്റം. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയോ? ഓക്കെ. അപ്പോ പൊള്ളൻ ഗ്രെയിൻസിന്റെ ഒരു പൊള്ളൻ മദർ സെല്ലിന് എത്ര പൊള്ളൻ ഗ്രെയിൻ ഉണ്ടാവുക? 1 പൊള്ളൻ ഗ്രെയിനിൽ നിന്ന് എത്ര 1 മദർ സെല്ലിന് എത്ര പൊള്ളൻ ഗ്രെയിൻ ഉണ്ടാവുക? 4. ഓക്കെ. അപ്പോ പൊള്ളൻ ഗ്രെയിൻസ് മെയിൽ ഗാമറ്റേറ്റ് എന്നാണ് ഇതിനെ പറയണത്. അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. എന്തായിരിക്കും? സ്ഫെറിക്കലായിരിക്കും ഷേപ്പ് ഉണ്ടാവുക. ഇതൊക്കെ എന്താണ്? പൊള്ളൻ ഗ്രെയിൻസിന്റെ ചെറിയ എന്താണ് പിക്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ജനറലി സ്ഫെറിക്കലായിരിക്കും. 25 മുതൽ 50 mm ഡയമീറ്റർ ആയിരിക്കും അതിന്റെ ഇതൊക്കെ ഉണ്ടാവുക. ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. നീറ്റ് ലെവല് നമുക്ക് നമ്മുടെ +2 ലെവല് ഇതൊന്നും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നീറ്റ് ലെവലിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. കണ്ടോ അതിന്റെ സൈസ് ഒക്കെ കേട്ടാ? കണ്ടോ മക്കളെ? നിങ്ങൾ എന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? കണ്ടു. ഓക്കെ. പൊള്ളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചറിലേക്ക് പോവാം നമുക്ക്. ഇതാണ് ഒരു പൊള്ളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. കണ്ണില് ഓക്കെ. 2 സെൽസ് ആയിട്ടാണ് നമുക്ക് ഇത് കാണുന്നത്. ഉള്ളിലും ഉണ്ടാവും പുറത്തും ഉണ്ടാവും. 2 സെൽസ് കണ്ടില്ലേ? അതാണ് ഇതൊക്കെ വെജിറ്റേറ്റീവ് സെൽസ് ആൻഡ് ജനറേറ്റീവ് സെൽസ് അല്ലെ? അപ്പൊ ഇതിനും നമുക്ക് കുറച്ച് ലെയേഴ്സ് പഠിക്കാനുണ്ട്. ഏതൊക്കെയാ? എക്സൈൻ ആൻഡ് ഇൻഡൈൻ. എക്സൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഔട്ടർമോസ്റ്റ് ലെയർ ആണ്. അതെ. എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊളിനൈൻ. സ്പോറോപൊളിനൈന്റെ പ്രത്യേകത എന്താ? മോർ റെസിസ്റ്റന്റ് ആണ്. അതെ, ഏറ്റവും കട്ടി കൂടിയ ഒരു എന്താ പറയാ കാറ്റിനും മഴയത്തും ഒക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് എന്ത്? സ്പോറോപൊളിൻ എന്ന് പറയുന്നത്. അതിങ്ങനെ പൊള്ളൻ ഗ്രെയിനിനെ ഇങ്ങനെ കവർ ചെയ്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെയർ ആണ് എക്സൈൻ ലെയർ. അതുകൊണ്ടാണ് നമ്മളെ പൊള്ളൻ ഗ്രെയിൻസിനെ എവിടെയൊക്കെ കാണാൻ പറ്റുന്നത്? നമ്മുടെ ഫോസിൽസിലൊക്കെ കാണാൻ പറ്റണത് ഇല്ലേ? ഇപ്പൊ പൊള്ളൻ ഗ്രെയിൻസ് വീണ് കിടന്നു കഴിഞ്ഞാലും ഇപ്പൊ പറയില്ലേ മഴ പെയ്യുമ്പോ അത് മുളച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മുടെ വീട്ടിലൊക്കെ? അപ്പൊ അതിന് കാരണം എന്തായിരിക്കും? ഈ പൊള്ളൻ ഗ്രെയിൻസ് മണ്ണില് അല്ലെങ്കിൽ ഇതിന്റെ പൊള്ളൻ ഗ്രെയിൻസ് വീണ് കഴിഞ്ഞാലും വീണ്ടും ഫെർട്ടിലൈസേഷൻ ഒക്കെ നടന്ന് പൂവുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. കാരണം അതിനെ എക്സിസ്റ്റ് അതായത് ഈ ഒരു അൺഫേവറബിൾ കണ്ടീഷൻസിലും എക്സിസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ എക്സൈൻ ലെയർ എന്ന് പറയുന്നത്. അത് ഉണ്ടായിട്ടുള്ള എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊളിനൈൻ. ഓക്കെ. ഇൻഡൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്തായിരിക്കും? സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. ഓക്കെ. സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? നമ്മുടെ ഇന്നർ ലെയർ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. കിട്ടിയോ? ഓക്കെ. പിന്നെ 2 സെൽസ് ആണ് നമുക്ക് ഇതിൽ നോക്കാറുള്ളത്. ഏതാണ്? വെജിറ്റേറ്റീവ് സെൽസ് ആൻഡ് ജനറേറ്റീവ് സെൽസ്. വെജിറ്റേറ്റീവ് സെൽസ് എന്താ ചെയ്യാ? ഇതാണ് ജനറേറ്റീവ് സെൽസ് കേട്ടാ. ഇത്രയും ഭാഗമാണ് ജനറേറ്റീവ് സെൽസ്. ഇതിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യാ? നമ്മള് പൊളിനേഷന് പോകുന്ന സമയത്ത്, അതായത് ഫ്യൂഷന് പൊളിനേഷൻ നടക്കുന്ന സമയത്ത് ഇതിൽ നിന്നാണ് എന്ത് നമ്മുടെ ഫോം ചെയ്യാ? മെയിൽ ഗ്യാമേറ്റ് പോവാ. മെയിൽ ഗ്യാമേറ്റ് പോകുന്നത് എവിടെ നിന്നായിരിക്കും? ജനറേറ്റീവ് സെൽസിലായിരിക്കും. അപ്പൊ ഇവിടെ ആയിരിക്കും എന്തുണ്ടായിരിക്കുക? മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാവുക. അപ്പൊ ഈ വളരുന്ന ഈ മെയിൽ ഗ്യാമേറ്റിന് വേണ്ട നറീഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത്? വെജിറ്റേറ്റീവ് സെൽസ് എന്ന് പറയണത്. കിട്ടിയോ? ഓക്കെ. പിന്നെ ഇവിടെ ഒരു ജേം പോർ ഉണ്ട്. ഈ ജേം പോറിന്റെ പ്രത്യേകത എന്താ? ഇവിടെയൊക്കെ ജേം പോർ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ എന്തില്ല? നമ്മുടെ ഈ കുനുകുനാന്ന് പറഞ്ഞിട്ടുള്ള പോയിട്ടുള്ള ആരില്ല? എക്സൈൻ ഇല്ല. കാരണം എന്തായിരിക്കും മക്കളെ?
എന്തുകൊണ്ടായിരിക്കും എക്സൈൻ ഇവിടെ ആബ്സെന്റ് ആയിട്ടുള്ളത്? Sporopollen absent. സ്പോറോപൊളിനേന് ഇല്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടിയാണ് എന്ത് ഫോം ചെയ്യുക, ജനറേറ്റീവ് ട്യൂബ് ഫോം ചെയ്യാം അല്ലേ? സോ ഈ ജനറേറ്റീവ് ട്യൂബ് ഫോം ചെയ്താലാണ് നമുക്ക് നമ്മൾ അടുത്തതിലേക്ക് എത്തുമ്പോ പറയും, നമ്മള് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് ഈ പൊളൻ ഗ്രെയിൻസിന് ഇതിലുള്ള മെയിൽ ഗ്യാമേറ്റിലുള്ള ഈ പറയുന്ന ജനറേറ്റീവ് സെൽസിലുള്ള മെയിൽ ഗ്യാമേറ്റിനെ റിലീസ് ചെയ്യണമല്ലോ. അതായത് നമ്മള് ഫ്ലവറിന്റെ അതെ അതെ സ്പോറോപൊളി ജെം ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്പോറോപൊളിനൈൻ ആബ്സെന്റ് ആയിട്ടുള്ളത്. ഇവിടെയും കൂടിയും കട്ടി വന്നു കഴിഞ്ഞാൽ ജെം പോറിൽ കൂടെ ജെം ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജെം പോറിന്റെ അവിടെ സ്പോറോപൊളിനൈൻ ആബ്സെന്റ് ആയിട്ടുള്ളത്. ക്ലിയർ ആയോ? ഇതാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. കണ്ട, 2 layers എക്സൈൻ ആൻഡ് ഇൻഡൈൻ. എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഏതായിരുന്നു? സ്പോറോപൊളിനൈൻ. ആൻഡ് ഇൻഡൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. കിട്ടിയോ? ഓക്കെ അല്ലേ? ലിബിയും അനുശ്രീ മാത്രാണോ സംസാരിക്കുന്നത്? വേറെ ആരും ഇല്ലേ ഇവിടെ? ഇത്രയും ക്ലിയർ ആയോ മക്കളെ? Clear ആയി. ഓക്കെ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് എക്സൈനീസ് ഹെപ്പാറ്റിസ് ഫോൾജിയംപോസ് എന്നൊക്കെ പറഞ്ഞതാണ്. ഇത് ഞാൻ നോട്ട് കിട്ടുമ്പോ വായിച്ചാൽ മതി കേട്ടോ. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സെല്ലുലോസ് ആൻഡ് ആക്റ്റിൻ ഒക്കെയാണ് നീട്ടി വെച്ചിട്ടുള്ളതാണ് അവര്. കണ്ടോ, വെജിറ്റേറ്റീവ് സെൽസ് എന്ന് പറഞ്ഞാൽ ബിഗർ ആയിട്ടുള്ളതായിരിക്കും, ജനറേറ്റീവ് സെൽസ് എന്ന് പറയുമ്പോൾ ചെറുതായിരിക്കും കേട്ടോ. ഒരു എക്സെപ്ഷൻ കേസ് നോക്കാം നമുക്കിവിടെ. എന്തായിരുന്നു? 60% ആൻജിയോസ്പെംസിലും 60% പൊള്ളൻ ഗ്രെയിൻസ് 2 സെൽഡ് സ്റ്റേജിലായിരിക്കും ഉണ്ടായിരിക്കാം അല്ലെ? ചില കേസസിൽ എന്തായിരിക്കും? ജനറേറ്റീവ് സെൽസ്, നമ്മുടെ ഈ ജനറേറ്റീവ് സെൽസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗ്യാമേറ്റിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോ അതുകൊണ്ട് എന്ത് ചെയ്യും? പൊള്ളൻ ഗ്രെയിൻസ് 3 സെൽഡ് സ്റ്റേജ് ആയിട്ട് മാറാറുണ്ട്. കണ്ടോ? അതായത് നമ്മുടെ ജനറേറ്റീവ് സെൽസ് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ഈ 3 സെൽഡ് സ്റ്റേജിലേക്ക് എത്തുക കേട്ടോ. അതൊരു എക്സെപ്ഷൻ കേസാണ്, ഒന്ന് നോട്ട് ചെയ്യണേ. ക്ലിയർ ആയോ? വേറെ ഒന്നല്ല മക്കളെ, 60% ആൻജിയോസ്പേംസ്, നമ്മുടെ ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പൊ അവരെല്ലാവരും എന്തായിരിക്കും? 2 സെൽഡ് സ്റ്റേജിലായിരിക്കും ഉണ്ടായിരിക്കാം. കണ്ടോ? 2 സെൽഡ് സ്റ്റേജ് അല്ലേ പൊള്ളൻ ഗ്രെയിൻസില്? ചില കേസസിൽ ഈ ജനറേറ്റീവ് സെൽസ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 3 സെൽഡ് സ്റ്റേജിലേക്ക് പൊള്ളൻ ഗ്രെയിൻ ആവാറുണ്ടെന്ന്. ക്ലിയർ ആയോ? വേറെ ഒന്നും അല്ലടാ, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നവരടുത്ത് ചിലപ്പോ ഇങ്ങനെയൊക്കെ വരാമെന്ന്. ഓക്കെ മാം. ഓക്കെ ഓക്കെ. അപ്പൊ 3 സെൽഡ് സ്റ്റേജ് ഇൻ പൊള്ളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ പൊള്ളൻ ഗ്രെയിനിന്റെ ജനറേറ്റീവ് സെൽസിനെ ഡിവൈഡ് ചെയ്തിട്ട് 3 സെൽഡ് സ്റ്റേജ് ആവുന്നതായിരിക്കും കേട്ടോ. കിട്ടിയില്ലേ? ഓക്കെ. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എന്ത്? പൊള്ളന്റെ വയബിലിറ്റി. ഓക്കെ, പൊള്ളൻ ഗ്രെയിൻസ് ആണ് ഈ പറയുന്ന ആന്തർ മെച്ചൂർ ചെയ്ത് കഴിഞ്ഞാൽ പൊള്ളൻ ഗ്രെയിൻസ് ആന്തർ ഡെഹൈസ് ചെയ്ത് പൊട്ടിയിട്ട് പൊള്ളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യും. കണ്ടോ? പിക്ചർ കൊടുത്തേക്കണ കണ്ടില്ലേ? അതിനുശേഷം നമുക്ക് നമ്മൾ മെയിൽ എന്താണ് ഹ്യൂമൻസിൽ നമ്മൾ സ്പേമിന്റെ വയബിലിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? സ്പേമിന്റെ ഷെൽഫ് ലൈഫ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? 72 hours എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പൊള്ളൻ ഗ്രെയിനിന് ഇവിടെ എന്തുണ്ട്? വയബിലിറ്റി ഉണ്ട്. എവിടെത്തിനേക്കാൾ മുൻപ്? സ്റ്റിഗ്മയിലെത്തിനേക്കാളും മുൻപ്. സ്റ്റിഗ്മ എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റിഗ്മ എന്ന് പറയുന്നത്. കണ്ടില്ലേ? ഇതാണ് സ്റ്റിഗ്മ എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ഇവിടെ എത്തുന്നേക്കാൾ മുൻപ് ഇതിന് വയബിലിറ്റി ഉണ്ട്. ആ ഒരു കറക്റ്റ് വയബിലിറ്റിയിൽ വന്നാലൊക്കെയാണ് സ്റ്റിഗ്മ ഇതിനെ റിസീവ് ചെയ്യുള്ളൂ. വെറുതെ ഒന്നും ആള് റിസീവ് ചെയ്യില്ല. കറക്റ്റ് ആ ഒരു സമയത്തിനുള്ള എത്തണം. അതുപോലെ തന്നെ കറക്റ്റ് ആൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആളാവണം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ പഠിക്കും. അപ്പൊ പൊള്ളന്റെ വയബിലിറ്റി നമുക്ക് നോക്കാം. എന്തായിരിക്കും?
ടെമ്പറേച്ചറിനെയും അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പോളൻ ഗ്രെയിൻസിന്റെ വാരിയബിൾ വയബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. എന്തായിരിക്കും സെറൈൽസ്, അതുപോലെ തന്നെ റൈസ്, വീറ്റ്സ്, അതിലൊക്കെ എത്രയാണ് അവരുടെ വയബിലിറ്റി എന്ന് പറയുന്നത്? 30 മിനിറ്റ്സേ ഉള്ളൂ. കണ്ടോ? ഇതിലൊക്കെ ആയിരിക്കും റൈസ്, വീറ്റ് അങ്ങനെയുള്ള പ്ലാന്റ്സില് പൊള്ളന്റെ വയബിലിറ്റി കണ്ടോ? 30 മിനിറ്റേ ഉള്ളൂ. അതുപോലെ തന്നെ ലെഗുമിനോസിയ ഫാമിലിയില്, അതായത് അതുപോലെ എന്താണ് റോസേസിയ ഫാമിലി, സൊളാനേസിയ ഫാമിലിയിലൊക്കെ അതിന്റെ വയബിലിറ്റി എന്താണ് 4 മന്ത്സിന്റെ അടുത്ത് ഉണ്ടായിരിക്കും. കണ്ടോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഏതിലൊക്കെ ആയിരിക്കും 30 മിനിറ്റ്സ് ഉള്ളതിന് ഏതിലൊക്കെ ആയിരിക്കും? റൈസ്, വീറ്റ്, റൈസ്, വീട്ടിലൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ലെഗുമിനോസിയ, അതുപോലെ റോസേസിയ, സൊളാനേസിയ ഫാമിലിയിലൊക്കെ അതിന്റെ സമയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 മന്ത്സിന്റെ അടുത്തേക്ക് ഉണ്ടായിരിക്കും. കിട്ടിയില്ലേ? ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. പൊള്ളൻസ് സ്റ്റോർ ചെയ്യണത് എവിടെയായിരുന്നു അറിയോ? പൊള്ളൻ ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും ഇല്ലേ? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഒക്കെ വേണ്ടിയിട്ട് പൊള്ളൻ ബാങ്ക്സില് പൊള്ളൻ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്ത് വെക്കും. കേട്ടിട്ടുണ്ടോ അത്? യെസ് മിസ്. ഓക്കെ. എവിടെ സ്റ്റോർ ചെയ്യുന്നത് കണ്ടോ? സ്റ്റോർ ചെയ്യുന്നത് ഏതിലായിരിക്കും? ലിക്വിഡ് നൈട്രജനിലായിരിക്കും സ്റ്റോർ ചെയ്യുക. -196 എന്താടാ? അതെ, ബയോ റിസർവേഷൻ ആണ്. ലിക്വിഡ് നൈട്രജനില് -196 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും എന്തിനെ സ്റ്റോർ ചെയ്ത് വെക്കുക? പൊള്ളൻ ബാങ്ക്സ് സ്റ്റോർ ചെയ്ത് വെക്കുക. കണ്ടോ? പിന്നെ മെയിൻ ആയിട്ടുള്ള എക്കണോമിക് ഇമ്പോർട്ടൻറ്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? റിച്ച് ന്യൂട്രിയൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പൊള്ളൻ ടാബ്ലറ്റ്സ് ഫുഡ് സപ്ലിമെന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കും. ആരൊക്കെ അതൊക്കെ ഉപയോഗിക്കുക? അത്ലറ്റിക്സ് ആണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ റൈസ് ഹോഴ്സസിനൊക്കെ കൊടുക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ? റിച്ച് ന്യൂട്രിയന്റ് ആയതുകൊണ്ട് കേട്ടോ, അവരല്ല മെയിൻ ആയിട്ട് ന്യൂട്രിയൻ ഫുഡ്സ് ഒക്കെ കഴിക്കാം. അപ്പൊ അതുകൊണ്ട് ടാബ്ലറ്റ്സ് ആയിട്ട് ഉപയോഗിക്കും. പിന്നെന്താ? പൊള്ളൻ ബാങ്ക് ഞാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ പൊള്ളൻ ബാങ്ക് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, അതുപോലെ തന്നെ ക്രോപ്പ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടും ക്രോപ്പിന്റെ ഈൽഡ് കൂട്ടാനും അതിന്റെ നമ്പർ മീൻസ് കൾട്ടിവേഷനൊക്കെ ലാർജ് എമൗണ്ടിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പൊള്ളൻ ബാങ്ക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ. അത് സ്റ്റോർ ചെയ്യുന്ന കണ്ടീഷൻ പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ലിക്വിഡ് നൈട്രജനില് -196 ഡിഗ്രി സെൽഷ്യസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ. ഓക്കെ മിസ്. ഓക്കെ. അതുപോലെ തന്നെ ചില പൊള്ളൻ ഗ്രെയിൻസ് ഈ പറയുന്ന പോലെ തന്നെ എന്തായിരിക്കും? അലർജിക് ആണ്. ചില പീപ്പിൾസിന്, ചിലവർക്കൊക്കെ പൂവൊക്കെ മണത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുമ്മലും കാര്യങ്ങളൊക്കെ വരാൻ കണ്ടിട്ടില്ലേ? അത് കൊറോണിക് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ലൈക്ക് ആസ്മ, ബ്രോങ്കൈറ്റിസിനൊക്കെ കാരണമാവാറുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് പൊള്ളൻ ഗ്രെയിനിന്റെ കാര്യം കഴിഞ്ഞു. ഇത്രയും കഴിഞ്ഞതിൽ വല്ല ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഏതൊക്കെ പറഞ്ഞത് നമ്മള്? ഇവന്റ്സ് ഏതൊക്കെ തുടങ്ങിയത്? നമ്മള് ഫെർട്ടിലൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള ഇവന്റ്സ് പറഞ്ഞു. പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഏതാ പറഞ്ഞത്? മെയിൻ ആയിട്ടുള്ള ഒരു ഫ്ലവറിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട്, പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഏതായിരുന്നു? ആൻഡ്രീഷ്യം ഗൈനീഷ്യ എന്ന് പറഞ്ഞു. ആൻഡ്രീഷ്യത്തിന്റെ ആണ് എന്ത് പറയണത്? ആൻഡ്രീഷ്യത്തില് നമ്മൾ സ്റ്റേമൻ എന്ന് പറയും. സ്റ്റേമന്റെ പാർട്ട് ഏതൊക്കെയായിരുന്നു? ഫിലമെന്റും ആന്ത്രോ ആണ്. ആന്ത്ര് ഡൈത്തീക്കസും മോണോതീക്കസ് 2 കണ്ടീഷൻ പറഞ്ഞു. മോണോതീക്കസ് എന്ന് പറയുമ്പോൾ ഏതിലായിരുന്നു? മാൽവേസിയ ഫാമിലിയിലായിരുന്നു. ഡൈത്തീക്കസ് പറഞ്ഞു. അതുപോലെ തന്നെ 4 കോർണറിൽ എന്തുണ്ടാവും? 4 കോർണറിൽ പൊള്ളൻ സാക്സ് ഉണ്ടായിരിക്കും. പൊള്ളൻ സാക്കിൽ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? പൊള്ളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. പൊള്ളൻ മദർ സെൽസിന് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് മൈക്രോസ്പോർസ് ആയിട്ട് മാറും. അത് പിന്നീട് എന്തായിട്ട് മാറും? മെച്ചുറേഷൻ വരുന്ന സമയത്ത് പൊള്ളൻ ഗ്രെയിൻ ആയിട്ട് സെപ്പറേറ്റ് ആവും അല്ലേ? അതുപോലെ തന്നെ ആന്തറിന്റെ വോളേഴ്സ് ഏതൊക്കെയായിരുന്നു? ആന്തർ വോളേഴ്സ് പഠിച്ചു.
ആന്തർ വോൾ ലെയേഴ്സ് പഠിച്ചു. അതിനുശേഷം മെച്ചുറേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊള്ളൻ ഗ്രെയിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊള്ളൻ ഗ്രെയിന്റെ സ്ട്രക്ചർ പഠിച്ചു. എത്ര സെൽ സ്റ്റേജ് ആണ് ശരിക്കും ജനറലി? എത്രയാ? 60%. എത്ര എന്തായിരിക്കും? 2 സെൽഡ് സ്റ്റേജ് ആയിരിക്കും. അതേഴ്സില് എങ്ങനെയായിരിക്കും 3 സെൽഡ് സ്റ്റേജ് ഉണ്ടാവുക? ജനറേറ്റീവ് സെൽസിന് ബൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 3 സെൽഡ് സ്റ്റേജിൽ ആയി വരാറുണ്ട് ഇല്ലേ? പിന്നെ നമ്മള് എക്സൈനും ഇൻഡൈനും പഠിക്കണം ഇല്ലേ? എക്സൈനും ഇൻഡൈനും പഠിക്കാം. പിന്നെ ഒരു PMC, ഒരു പൊള്ളൻ ഗ്രെയിൻ മദർ സെൽസ് എത്ര പൊള്ളൻ ഗ്രെയിനിനെ പ്രൊഡ്യൂസ് ചെയ്യും? മൈക്രോസ്പോർ ഒരു മിനിറ്റ് 1 മൈക്രോസ്പോർ മദർ സെൽസ് എത്ര പ്രൊഡ്യൂസ് ചെയ്യും? 4 പൊള്ളൻ ഗ്രെയിൻസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക കേട്ടോ. എന്താണ്? എന്നോടാണോ പറഞ്ഞത്? ഹലോ, ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? പൊള്ളന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പറഞ്ഞു, പൊള്ളന്റെ വയബിലിറ്റി പറഞ്ഞു. എത്രയായിരുന്നു പൊള്ളന്റെ വയബിലിറ്റി? 30 മിനിറ്റ്സ് ആണ് ഉണ്ടാവുക. പിന്നെ ഇതിലൊക്കെ റൈസും വീറ്റിലൊക്കെ, അതുപോലെ തന്നെ അതർ ലെഗുമിനേസിയ ഫാമിലി, റോസേസിയ, സൊളാനേസിയ ഫാമിലി ഒക്കെ എന്താണ്? സൊളാനേസിയ ഫാമിലി എന്ന് പറയുമ്പോൾ, ലെഗുമിനേസിയ ഫാമിലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പയറ് ചെടികളൊക്കെ ഇല്ലേ നമ്മുടെ, അതാണ് എന്ത്? ലെഗുമിനോസിയ. തൊട്ടാർവാടിയൊക്കെ വരുന്ന ഫാമിലിയാണ് ലെഗുമിനോസിയ ഫാമിലി. റോസേസിയ ഫാമിലി, അതുപോലെ സൊളാനേസിയ ഫാമിലി നമ്മുടെ എന്തായിരുന്നു? ഉരുളക്കിഴങ്ങിന്റെ ഒക്കെ ഫാമിലിയാണ് സൊളാനേസിയ ഫാമിലി. കിട്ടിയോ? പിന്നെ പൊള്ളന്റെ സ്റ്റോർ ചെയ്യുന്ന കണ്ടീഷൻ എത്രയായിരുന്നു? -196 ഡിഗ്രി ഏത് മീഡിയത്തിലാ ചെയ്യാ? ഞാൻ ചോദിക്കുന്ന ആൾ പറഞ്ഞാൽ മതിയേ. റോസ് പറയൂ, ഏത് മീഡിയത്തിലാ സ്റ്റോർ ചെയ്യാം? ഞാൻ പറഞ്ഞേ, പറയൂ. ലിക്വിഡ് മീഡിയം അല്ല, ലിക്വിഡ് നൈട്രജൻ ട്ടാ. ലിക്വിഡ് നൈട്രജനില് -196 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് സ്റ്റോർ ചെയ്ത് വെക്കുക? പൊള്ളൻ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്ത് വെക്കുക. അത്ര ഓക്കെ അല്ലേ? നമുക്കിനി ഫീമെയിലേക്ക് കിടക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്താ പറയാ, കുറച്ചും കൂടിയും എളുപ്പമായിരുന്നു. കാരണം ഇത് നിങ്ങൾ ഇപ്പൊ പഠിച്ചിട്ടുള്ളതുകൊണ്ട്. ഓക്കെ, കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല മാം. കാണുന്നുണ്ടല്ലോ. അത് കാണുന്നുണ്ടോ? ഇല്ല മിസ്. ഇല്ല. കാണുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കിടക്കുന്നത് എവിടേക്കാണ്? ഫ്ലവറിന്റെ സ്ട്രക്ചർ ആണ്. ഫ്ലവർ ആണ് നെക്സ്റ്റ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവിന്റെ, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് നമ്മൾ പറഞ്ഞത്. ഇത് ആൻഡ്രീഷ്യം. അതുപോലെ തന്നെ ഫീമെയിലേക്ക് വരുമ്പോ ഫീമെയിൽ പറയണത് ഏതാണ്? ഗൈനീഷ്യം ആണ് കേട്ടോ. ഓക്കെ, ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നതാണ് ഗൈനീഷ്യം എന്ന് പറയുന്നത്. അതിന് നമ്മൾ വേറെ പേര് പറഞ്ഞത് ഏതായിരുന്നു? തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സ്റ്റേമനും കാർപ്പൽസും കേട്ടാ. കാർപ്പൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും? പിസ്റ്റിൽ എന്ന് പറയും. പിസ്റ്റിൽ ഒന്നിൽ കൂടുതലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? മൾട്ടി കാർപ്പിലറി എന്ന് പറയും.
ഒരെണ്ണം ഒരു സിഗ്മ മാത്രമുള്ള എന്ത് ഇത് സിഗ്മ കണ്ടോ, ഒറ്റൊരു സിഗ്മ ഉള്ള നമ്മൾ എന്ത് പറയും? മോണോ കാർപ്പിലറി എന്ന് പറയും. ഒന്നിൽ കൂടുതൽ കാർപ്പൽസ് ഉള്ള നമ്മൾ എന്ത് പറയും? മൾട്ടി കാർപ്പിലറി എന്ന് പറയും. കണ്ടോ? അപ്പോ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. മോണോ കാർപ്പിലറി, മൾട്ടി കാർപ്പിലറി. അതുപോലെ തന്നെ മൾട്ടി കാർപ്പിലറിയിലുള്ള പ്ലാന്റ്സില് പിസ്റ്റിൽസ് ഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. കണ്ടോ? ഈ രീതിയിൽ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? സിൻകാർപ്പസ് എന്ന് പറയും. ഫ്രീ ആയിട്ടുള്ള നമ്മൾ എന്ത് പറയും? എപ്പോകാർപ്പസ് എന്ന് പറയും. കാണുന്നുണ്ടോ? സിൻകാർപ്പസ് ആൻഡ് എപ്പോകാർപ്പസ്. കണ്ടോ? ഇവിടെ കണ്ടോ? മൾട്ടി കാർപ്പിലറി ആണ്. കൂടുതൽ കുറെ കാർപ്പൽസ് ഇതിൽ കാണാം. ഇതെല്ലാം കൂടി ഫ്യൂസ് ചെയ്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ? സിൻകാർപ്പസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? കുറെ കാർപ്പൽസ് ഉണ്ട്, പക്ഷെ അവരൊക്കെ എന്താണ്? ഫ്രീ ആയിട്ട് നിൽക്കാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? എപ്പോകാർപ്പസ് ഗൈനീഷ്യം എന്ന് പറയുന്നത്. എപ്പോകാർപ്പസ്, എപ്പോകാർപ്പസും അതുപോലെ തന്നെ ഏതായിരുന്നു? സിൻകാർപ്പസ്. സിങ്ക് എന്ന് പറയുമ്പോൾ ഒരുമിച്ച് നിൽക്കുക കേട്ടാ. സിൻകാർപ്പസും എപ്പോകാർപ്പസും. ഇതിന്റെ സ്ട്രക്ചർ നോക്കാം നമുക്ക്. ഇതാണ് ഒരു എന്താണ്? ഫീമെയിൽ ഗൈനീഷ്യത്തിന്റെ സ്ട്രക്ചർ വരുന്നത്. സ്റ്റിഗ്മയുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്തായിരിക്കും മക്കളെ? ലാൻഡിങ് പാർട്ടാണ്. അതെ, നമ്മുടെ പൊള്ളൻ ഗ്രെയിൻസ് വന്ന് ലാൻഡ് ചെയ്യുന്ന ആരാണ്? സ്റ്റിഗ്മ ആയിരിക്കും. സ്റ്റിക്കി ആയിട്ടുള്ള ഹാൻഡ്സ് ആയിരിക്കും. കാരണം സ്റ്റിഗ്മയുടെ പ്രത്യേകത എന്തായിരിക്കും? ഇവിടെ സ്റ്റിക്കി ഒരു ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിലായിരിക്കും. കാരണം എന്താണ്? വന്നു വീഴുന്ന പൊള്ളൻ ഗ്രെയിനെ ലോസ് ആവാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിഗ്മ ഉണ്ടാവുക. അതിനുശേഷം നമുക്ക് ഒരു സ്റ്റൈൽ കാണാം. ഈ സ്റ്റൈലിൽ കൂടിയാണ് എന്ത് വരിക? നമ്മുടെ പൊള്ളൻ ഗ്രെയിൻസ്, ഞാൻ പറഞ്ഞില്ലേ JM4 കൂടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? JM ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യില്ലേ? അത് ഇതുവഴിയാണ് ഇങ്ങനെ വരിക. കണ്ടോ? അതിനുശേഷം ഇവിടെ ഒരു ഓവറി കാണാം. ഓവറിയുടെ അടിയിൽ എന്തുണ്ട്? തലാമസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ ഓവറിയുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? എന്താ ഒവ്യൂൾ ഉണ്ടാവും. പ്ലാസന്റ് ഉണ്ടാവും, ഇല്ലേ? ഫെർട്ടിലൈസേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓവറി ആണ് എന്തായിട്ട് മാറുക? ഓവറി ബിക്കം ഫ്രൂട്ട്. ആൻഡ് ഒവ്യൂൾ ബിക്കം സീഡ്. കിട്ടിയോ? കിട്ടിയില്ലേ? ബ്രഹ്മാങ്ങൾ പറഞ്ഞ് മനസ്സിലായോ? സിൻകാർപ്പസ്, എപ്പോകാർപ്പസ് എന്താണെന്നത് മനസ്സിലായില്ലേ? പിക്ചർ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ എക്സാമിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് തുടക്കത്തിൽ തന്നെ പിക്ചേഴ്സ് ആണ് നിങ്ങളുടെ മെയിൻ. ഓക്കെ, ഇത് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇത് ഐഡന്റിഫൈ ചെയ്യില്ലേ? ഓക്കെ. പിക്ചർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അതേതാണ്? ഇങ്ങനെയാണ്. ദ ഗിവൺ ഫിഗർ A and B ഷോ ഫീമെയിൽ റിപ്രഡക്റ്റീവ് ഓർഗൻസ് ഓഫ് കാവേർ ആൻഡ് മിച്ചേലിയ റെസ്പെക്റ്റീവ്ലി. അത് ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കണം. അതിനിങ്ങനെ ഓപ്ഷൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക. A മൾട്ടി കാർപ്പിലറി സിൻകാർപ്പസ് പിസ്റ്റിൽ, B എന്താണ്? മൾട്ടി കാർപ്പിലറി എപ്പോകാർപ്പസ്. അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ തന്നിട്ടുണ്ടാവുന്നത്. ഇവിടെ കൊടുത്തിട്ടില്ലടാ. ഇത് രണ്ടും ഇങ്ങനെ A B എന്നുള്ള ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഫിഗർ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. കിട്ടിയില്ലേ? ഈ പാർട്ടില് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് സിൻകാർപ്പസും എപ്പോകാർപ്പസും ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇതെവിടെ കൊടുത്തിട്ടുണ്ട്? നമ്മൾ പറഞ്ഞ തന്നെ സ്റ്റിഗ്മ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ പൊള്ളൻ ഗ്രെയിൻസ് ആണ്. സ്റ്റൈല് ഇലോങ്ങേറ്റ് ചെയ്തിട്ട് സ്ലെൻഡർ പാർട്ടാണ് സ്റ്റിഗ്മയിലേക്ക് എത്തുന്നതാണ്. പിന്നെ ഓവറി കൊടുത്തിട്ടുണ്ട്. ഓവറിയാണ് ബേസൽ പാർട്ട് എന്ന് പറയുന്നത്, ബൾജ് ചെയ്തിട്ടുള്ള പാർട്ട്. അവിടെ കണ്ടോ ഒവ്യൂൾസ് കാണാം. അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? വേറെ ഒവ്യൂൾസ് ഉണ്ട്. കണ്ടില്ലേ? കാണുന്നില്ലേ? കാണാമെന്ന് വിചാരിക്കണം. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, പറഞ്ഞത് തന്നെയാണ്. നിങ്ങൾ നോട്ട് ചെയ്താൽ മീൻസ് വായിച്ചാൽ മതി. കാരണം ഇവിടുന്ന് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള്. ഓക്കെ. ഓവറിയുടെ ഉള്ളില് ഒവേറിയൻ കാവിറ്റി ഉണ്ട്. ഒവേറിയൻ കാവിറ്റിനെ പറയുന്ന പേരാണ് എന്ത്? ലൊക്യൂൾസ് എന്ന്. കണ്ടോ? ഈ വയലറ്റ് കളറിൽ കാണുന്നില്ലേ? ഓക്കെ, ഇവിടെ ഈ വയലറ്റ് കളറിൽ കാണുന്നതൊക്കെ എന്താണ്? ലൊക്യൂൾ ആണ് കേട്ടാ. ലൊക്യൂൾസ്. ഈ ലൊക്യൂൾസിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? പ്ലാസന്റ ഉണ്ടായിരിക്കും. കണ്ടോ? പ്ലാസന്റ. ഈ പ്ലാസന്റയിലാണ് എന്തുണ്ടായിരിക്കുക? ഒവ്യൂൾസ് ഉണ്ടായിരിക്കുക. പ്ലാസന്റേനെയും ഒവ്യൂളിനെയും
എന്താണ് അറ്റാച്ച് ചെയ്ത് നിർത്തുന്ന ആ ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് എന്ത്? ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. കണ്ടോ ദേ ഈ ഒരു പാർട്ട് കാണുന്നുണ്ടോ? ദേ ഈ ഒരു പാർട്ടാണ് എന്ത്? ഫ്യൂണിക്കിൾ എന്ന് പറയണത്. വേറെ ഒന്നുമില്ല. നമ്മള് പയറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ദേ അതിങ്ങനെ ഇത് നമ്മുടെ എന്തായിരിക്കും? ഒവ്യൂളായിരിക്കും. അങ്ങനെ ഇങ്ങനെ ഉണ്ട പോലെ കിടക്കാന്ന് വിചാരിക്കാം. അപ്പൊ അതിനകത്ത് ഇവര് രണ്ടുപേരെയും ഇതാണ് പ്ലാസന്റ കേട്ടാ. കണ്ടാ ഇത് പ്ലാസന്റ, ഇതാണ് നമ്മുടെ എന്ത്? ഒവ്യൂള്. അപ്പൊ ഈ ഒവ്യൂളിനെയും പ്ലാസന്റേനെയും കൂടെ ജോയിൻ ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ ഫ്യൂണിക്കിൾ. ഈ ജോയിൻ ചെയ്യുന്ന ഈ ജംഗ്ഷൻ ഉണ്ടല്ലോ, ഈ ജംഗ്ഷനെ പറയുന്ന പേരാണ് എന്ത്? എന്തായിരിക്കും? പഠിച്ചിട്ടുണ്ടാ? ഹൈലം. അതെ, ഹൈലം. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്. ക്ലിയർ ആയോ? ഓക്കെ, നോക്കാം. ഒവ്യൂൾസ് ഓവറിയില് എന്തായിരിക്കും? നമ്മുടെ ഒരെണ്ണം ഒരു ഒവ്യൂളിന്റെ ഉള്ളില് ഒരു ഓവറിന്റെ ഉള്ളില് ഒരു ഒവ്യൂള് മാത്രമുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണ്? വീറ്റ്, പാഡി, മാംഗോ എക്സെട്ര അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയില്ലേ? ഒറ്റ ഒരു സീഡല്ലേ അവിടെ നിന്ന് ഉണ്ടാവണുള്ളൂ അല്ലേ? മാംഗോന്നൊക്കെ ഒറ്റ സീഡല്ലേ ഉണ്ടാവണുള്ളൂ. ഓക്കെ, ഇതിലാവട്ടെ. അതുപോലെ തന്നെ മെനി ഉണ്ടാവുന്നത് ഏതൊക്കെയായിരിക്കും? പപ്പായ, വാട്ടർമെലൺ, ഓർക്കിഡ്സ്. വാട്ടർമെലൺ ഒക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ അല്ലേ? അവിടെ നിന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സീഡ്സ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഒരെണ്ണം ഒറ്റ വ്യൂൾസ് ഉണ്ടാവുന്ന പ്ലാന്റ്സ് ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പലതരത്തിലുണ്ടാവുന്നതിനും നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് നിങ്ങൾ വിചാരിക്കരുത് ഇത് ഇത്ര സിമ്പിൾ ആയി തരുമോ എന്നുള്ളത്. ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ നോട്ട് ചെയ്യുക. ഞാൻ പരമാവധി നോട്ടിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. വെറൈറ്റി ആയിട്ടുള്ള പേരുകളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ വരിക. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ, അത് അടയാളപ്പെടുത്താൻ വരില്ല. നമുക്ക് അതിന്റെ പാർട്സ് ഒക്കെ നിങ്ങൾ അതാലും പഠിച്ചു വെക്കണം കേട്ടാ. ഇങ്ങനത്തെ പിക്ചറൊക്കെ ആവും തരിക. നല്ല ക്ലിയർ ഉള്ളതൊന്നും ആവില്ല. ഇങ്ങനെയുള്ള പിക്ചറൊക്കെ ആവും ചിലപ്പോ തരിക. അപ്പൊ ഇങ്ങനെയുള്ള പിക്ചർ തരുമ്പോ അത് ഓർത്ത് വെക്കണം. സ്റ്റിഗ്മ, സ്റ്റൈൽസ്, ഓവറിവോള്, ഒവ്യൂള് കണ്ടില്ലേ? ഇതിന്റെ ഉള്ളിൽ കറക്റ്റ് ഒരു ഒവ്യൂള് ഇരിക്കുന്ന കണ്ടോ? സോറി, കണ്ടു. ഓക്കെ, അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് തന്നെ ഒവ്യൂള് ഇസ് അറ്റാച്ച്ഡ് ടു ദി പ്ലാസന്റ ബൈ ഫ്യൂണിക്കിൾ ആണ്. പിന്നെ ആ ജംഗ്ഷനെ പറയുന്ന പേരാണ് എന്ത്? ഹൈലം എന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഈ ഒരു ഫിഗറിൽ കാണുന്നുണ്ടോ? ഈ ഒരു ഫിഗറിൽ കാണുന്നില്ലേ? ഹൈലം, ഫ്യൂണിക്കിള്, പിന്നെ മൈക്രോപൈലാർ റേഞ്ച്. ഇതാണ് ഒരു ഒവ്യൂളിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? ഇങ്ങനെ ഒവ്യൂളിനും കുറെ ലെയേഴ്സ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് എന്ത്? ഔട്ടർ ഇന്റഗ്യുമെന്റ്, ഇന്നർ ഇന്റഗ്യുമെന്റ്. അതിനുള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എംബ്രിയോസാറ്റ് ഉണ്ട്. എംബ്രിയോസാറ്റിന്റെ ഉള്ളിലായിരിക്കും എന്തുണ്ടായിരിക്കുക? നമ്മുടെ എഗ് ഉണ്ടായിരിക്കുക അല്ലെ? ഈ എഗ് ഇതിന്റെ ഇവിടേക്ക് എത്തണം. ആർക്ക് എത്തണ്ടേ? പൊള്ളൻ ഗ്രെയിൻസിന്. അതെ, ആ പൊള്ളൻ ഗ്രെയിൻസിന് എൻട്രി ചെയ്യാനുള്ള വഴിയാണ് ഈ പറയുന്ന ഈ മൈക്രോബൈലാർ എൻഡിലുള്ള ഒരു ചെറിയ ഓപ്പണിംഗ് കാണുന്നത്. കണ്ടോ? രണ്ട് എൻഡാണ്. ഇതാണ് മൈക്രോബൈലാർ പോള്, ഇത് ചലാസൽ ബോൾസ്. കണ്ടില്ലേ? ഒവ്യൂളിന്റെ സ്ട്രക്ചർ മനസ്സിലായോ? ക്ലിയർ ആയോ? മിസ്. ഓക്കെ ഓക്കെ, ഇന്റഗ്യുമെന്റ്സ് ആണോ സീഡ് കോട്ടായിട്ട് മാറുന്നത്? അതെ, ഇന്റഗ്യുമെന്റ്സ്. ഓക്കെ ഓക്കെ, കണ്ടോ? ഇന്റഗ്യുമെന്റ്സ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ടുള്ളതില് മാസ് ആയിട്ടുള്ള ഒരു സെല്ല് കാണും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ന്യൂ സെല്ലസ് എന്ന് പറയുന്നത്. ഈ ന്യൂ സെൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഈ റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽസ് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും? എംബ്രിയോസാക്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ന്യൂ സെല്ലസിന്റെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്?
എംബ്രിയോ സാക്ക് ഉള്ളത്. എംബ്രിയോ സാക്കിന്റെ ഉള്ളിലായിരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എഗ് സെൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അല്ലേ? വേണ്ട ഓവ്യൂൾസിന് എത്ര നമ്മള് നമ്മൾ പറഞ്ഞു കുറെ പൊളൻ ഗ്രെയിൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവിടെ കണ്ടോ, ഒരു ഓവ്യൂളില് എത്ര എംബ്രിയോ സാക്ക് ഉണ്ടാവുള്ളൂ? ഒരു എംബ്രിയോ സാക്ക് ഉണ്ടാവുള്ളൂ ഫ്രം എ മെഗാസ്പോർസ്. ഒരു മെഗാസ്പോറിൽ നിന്ന് ഒറ്റൊരു എംബ്രിയോ സാക്ക് ആണ് ഫോം ചെയ്യാം. ഓക്കെ, നമുക്കത് അടുത്തതിൽ പറയാം. നോക്കാം. മെഗാസ്പോറോജെനിസിസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഗാസ്പോറോജെനിസിസ്. കാരണം മെഗാസ്പോർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വലിയ ആളാണ് ആള് അല്ലേ? ഒവ്യൂളൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ? കുറച്ചും കൂടി വലുതല്ലേ? ചെറിയ പപ്പായൊക്കെ, മൂക്കാത്ത പപ്പായൊക്കെ മുറിച്ച് നോക്കി ഞാൻ കാണാം ഈ ഒവ്യൂള് ചെറുതായിട്ടിരിക്കുന്നുണ്ട്. അതിന് ശേഷം ഫെർട്ടിലൈസേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ഉണ്ടാവണേ നമുക്ക് നോക്കാം. മെഗാസ്പോർ മദർ സെൽസ് എന്താ ഉണ്ടാവുക? സിംഗിൾ മെഗാസ്പോർ മദർ സെൽസ് ആയിരിക്കും. മൈക്രോപൈലാർ റീജിയൻ ഇത് കണ്ടോ, ഇവിടെയുള്ള പൈലാർ റീജിയനിലുള്ള മദർ സെൽസിന് എന്ത് സംഭവിക്കും? കാരണം എന്തുകൊണ്ടായിരിക്കും ഇവിടത്തെ സെൽ തന്നെ മെഗാസ്പോർ മദർ സെൽ ആയിട്ട് മാറാൻ കാരണം ഇവിടെ ലാർജ് എമൗണ്ട് ഓഫ് എന്തുണ്ടാവും? സൈറ്റോപ്ലാസവും അതുപോലെ തന്നെ പ്രൊമിനന്റ് ന്യൂക്ലിയസും ഇവിടെ കാണാം. അതുകൊണ്ട് ഈ മൈക്രോസ്പോർ ഇവിടെ നിന്ന് ഒരു സെല്ല് എന്തായിട്ട് മാറും? മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് മാറാണ്. കണ്ടോ, ഈ മൈക്രോസ്പോർ മദർ സെൽസിന് എന്ത് സംഭവിക്കും? അതിനുശേഷം 4 മെഗാസ്പോർ ആയിട്ട് മാറും. ഒരു മെഗാസ്പോർ മദർ സെല്ലിന് എത്ര ഉണ്ടായിട്ട് മാറും? 4 മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറും. 4 മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഗാസ്പോർ ഡയാഡ് ആവും, ടെട്രാഡ് ആവും, പിന്നെ 4 എണ്ണമായിട്ട് മാറും. അതിലത്തെ 3 എണ്ണം എന്ത് സംഭവിക്കും? ഡീജനറേറ്റ് ചെയ്ത് പോകും. എന്നിട്ട് ഒരെണ്ണാണ് സർവൈവ് ചെയ്യുക. അതുകൊണ്ടാണ് ഒരു ഒവ്യൂളില് ഒരു എംബ്രിയോ സാക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത്. മനസ്സിലായ? ഇതെന്താന്ന് മനസ്സിലായ? നമ്മള് മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് മെഗാസ്പോർ ഉണ്ടാവണം. നമ്മുടെ മെഗാസ്പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഒവ്യൂൾ അല്ലേ? യെസ് മാം. അപ്പൊ ഒരു ഒവ്യൂളില് ഒരു എംബ്രിയോ സാക്ക് ഉള്ളൂ. അതായത് ഒരൊറ്റ അതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഈ എംബ്രിയോ സാക്ക് ഉണ്ടാവാൻ കാരണം പറഞ്ഞ് മനസ്സിലായില്ലേ? ആദ്യം ഇവിടെയുള്ള ഈ നമ്മുടെ ഒവ്യൂളിന്റെ ഉള്ളിലുള്ള ഇന്നർ വോളിലുള്ള സെൽസ് ഉണ്ടാവുമല്ലോ, ഈ ഒരു ഭാഗത്തായിട്ടുള്ള സെല്ല് എന്തായിട്ട് മാറും? അതിലൊരു സെല്ല് ഇങ്ങനെ കുറെ സെൽസുകൾ ഉണ്ടാവില്ല ഇതിന്റെ ഉള്ളില്. ഒരു സെല്ല് എന്തായിട്ട് മാറും? കാണിച്ചിട്ടുണ്ടില്ലേ? ഒരു മെഗാസ്പോർ മദർ സെല്ലാണ് ഈ കാണുന്നത്. എന്റെ ചുറ്റും ന്യൂ സെല്ലസ് ഉണ്ട്, മൈക്രോപൈലാർ എൻഡ് കണ്ടോ? ഈ ഒരു എൻഡിലത്തെ ഒരു സെല്ല് എന്തായിട്ട് മാറി? മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറി. അതിനുശേഷം അത് എന്തായിട്ട് മാറി? ഡബിൾ ആയിട്ട് 2 സെല്ലായിട്ട് മാറി. അതുകൊണ്ടാണ് അതിനെ മെഗാസ്പോർ ഡയാഡ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് എന്തായിട്ട് മാറി? 3 ആയിട്ട് മാറി. 4 ആയിട്ട് മാറി. അപ്പൊ അതിന് നമ്മൾ മെഗാസ്പോർ ടെട്രാഡ് എന്ന് പറയും. ഈ മെഗാസ്പോർ ടെട്രാഡ് ആയി കഴിയുമ്പോൾ 3 സെൽസ്, അതായത് ഇതിലത്തെ 3 സെൽസ് ഡീജനറേറ്റ് ചെയ്ത് പോയിട്ട് ഈ ഒരു സെല്ല് ഫങ്ഷണൽ ആയിട്ട് മാറും. ഇങ്ങനെ ഈ ഒരു ഫങ്ഷനിലാണ് പിന്നീട് എന്തായിട്ട് മാറുക? ഇവിടെ എംബ്രിയോ സാക്ക് ആയിട്ട് ഫോം ചെയ്യുക, ഫെർട്ടിലൈസേഷന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. ക്ലിയർ ആയോ? ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? മെഗാസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. ഫോർമേഷൻ ഓഫ് മെഗാസ്പോർ ഫ്രം ദി മെഗാസ്പോർ മദർ സെൽ ഈസ് നോൺ ആസ് മെഗാസ്പോറോജെനിസിസ്. ഓക്കെ, ഓക്കെ മാം. ഓക്കെ. അതിൽ ഞാൻ പറഞ്ഞ പോലെ ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ എന്തായിട്ട് മാറും? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 3 ഡീജനറേറ്റ് ചെയ്ത് പോയിട്ട് ഒരെണ്ണം എന്തായിട്ട് മാറും? ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ട് മാറും, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറും. ക്ലിയർ ആയോ? ഒരു സിംഗിൾ മെഗാസ്പോറിൽ നിന്ന് ഒരു എംബ്രിയോ സാക്ക് ഉണ്ടാവുന്ന ആ ഒരു ഡെവലപ്മെന്റ് പറയുന്ന പേരാണ് എന്ത്? മോണോസ്പോറിക് ഡെവലപ്മെന്റ്. കണ്ടോ? ഇതൊക്കെ നോട്ട് ചെയ്യണം കേട്ടാ. മോണോസ്പോറിക് ഡെവലപ്മെന്റ്. ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്ന് ഫീമെയിൽ ഗാമേറ്റ് ഉണ്ടാവുന്നത്. ഇതെന്തായിരുന്നു? ഒരു എംബ്രിയോ സാക്ക് ഫോർമേഷൻ ആണ്.
ഈ പറയുന്ന ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടല്ലോ, ഇത് എംബ്രിയോസാക്ക് ആയിട്ട് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, മോണോസ്പോറിക് എന്ന് പറയുന്നത്. ഇതിന്റെ തുടക്കം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? സിൻകാർപ്പസ്, എപ്പോകാർപ്പസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ നോട്ട് ചെയ്യണേ. Okay, miss. ഓക്കെ മാം. ഓക്കെ. എന്താണ് മോണോസ്പോറിക് ഡെവലപ്മെന്റ് മനസ്സിലായില്ലേ? ഈ ഒരു ഒറ്റ ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്ന് ഒരു എംബ്രിയോസാക്ക് ഉണ്ടാവുന്ന, കണ്ടോ, ഇങ്ങനെ ഒരു എംബ്രിയോസാക്ക് ഉണ്ടാവുന്ന, ഒറ്റ എംബ്രിയോസാക്ക് ഉണ്ടാവുന്ന, നമ്മുടെ ഒവ്യൂൾ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഫോർമേഷന് നമ്മൾ എംബ്രിയോസാക്ക് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. മോണോസ്പോറിക് ഡെവലപ്മെന്റ്. നോട്ട് കിട്ടുമ്പോ വായിക്കണേ. Yes, ക്ലിയർ ma'am. ആയോ? ഓക്കെ Clear ആയി. ഓക്കെ ഓക്കെ. അതിനുശേഷം നമ്മുടെ ന്യൂക്ലിയസ് വന്നിട്ടുണ്ടല്ലോ. ഈ ന്യൂക്ലിയസിന്റെ എന്താണ്, എംബ്രിയോസാക്ക് ഉണ്ടാവുന്ന ഫോർമേഷൻ ആണ് പറയുന്നത്. നമ്മൾ ഒരു മെഗാസ്പോർ ഉണ്ടാവും, ഒരു ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്ന് എംബ്രിയോസാക്ക് ഫോർമേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. എങ്ങനെയാണ് ആ ഒരു ഫോമിലേക്ക് എത്തുന്നത്? ഈ ഒരു ഫോമിലേക്ക് എത്തിയാലാണ് പിന്നെ എന്ത് സംഭവിക്കുക, നമുക്ക് ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. അപ്പൊ നമ്മൾ അവിടുന്ന് ഒരു മെഗാസ്പോർ മദർസിൽ നിന്ന് നമുക്ക് ഒരു എന്തുണ്ടായി, എംബ്രിയോസാക്ക് ഉണ്ടാവാൻ പോവാണെങ്കിൽ അപ്പൊ എന്തായിരിക്കും? ന്യൂക്ലിയസ് ഓഫ് ഫങ്ഷണൽ മെഗാസ്പോർ. ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടായിരുന്നില്ലേ അവിടെ? എവിടെയായിരുന്നു? ഇതാ ഇവിടെ ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഇല്ലേ? കണ്ടില്ലേ മക്കളെ? Miss. ഇതാടാ ഈ ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടല്ലോ. ഇതിൽ നിന്ന് ഈ പറയുന്ന എംബ്രിയോസാക്ക് കണ്ടോ, ഈ ഒരു പിക്ചർ കേട്ടോ. ഈ പറയുന്ന എംബ്രിയോസാക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫോർമേഷൻ ചെയ്യുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ക്ലിയർ ആയില്ലേ? Clear ആയി, miss. ഓക്കെ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മതി. എനിക്കറിയില്ലോ നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കണേന്ന്, എനിക്കറിയില്ല. ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ ഫേസ് കണ്ടറിയാലോ. അതുകൊണ്ടാണ് കേട്ടാ ക്ലിയർ ആയില്ലേ മിസ് ചോദിക്കുന്നത്. Yes, ഓക്കെ ma'am. Clear ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ അവിടെ നമ്മുടെ ഇതെന്താണ്, ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു നമ്മുടെ മെഗാസ്പോർ ആണെന്ന് വിചാരിക്കാം. അതിന്റെ ന്യൂക്ലിയസിന് എന്ത് സംഭവിക്കും? മൈറ്റോട്ടിക് ഡിവിഷൻസ് സംഭവിക്കുകയാണ്. കണ്ടോ, ഒരു മെഗാസ്പോർ എന്താണ്, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഗാസ്പോറിന് എന്ത് സംഭവിക്കുകയാണ്? ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻസ് സംഭവിക്കുകയാണ്. കണ്ടോ, മൈറ്റോട്ടിക് ഡിവിഷൻസ് സംഭവിച്ചു കഴിഞ്ഞിട്ട് എന്തായിട്ട് മാറി? 2 ന്യൂക്ലിയസ് ആയിട്ട് മാറി. കണ്ടോ, ഒരെണ്ണം ഈ ഒരു ന്യൂക്ലിയസിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇത് 2 എണ്ണമായിട്ട് മാറി. ക്ലിയർ ആയില്ലേ? ഓക്കെ. അതിനുശേഷം അവരെന്ത് സംഭവിച്ചു? 2 പോൾസിലേക്ക് അങ്ങോട്ട് മാറി. ക്ലിയർ ആയില്ലേ? ഈ 2 എണ്ണം പിന്നീട് എന്തായിട്ട് നാലായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ 4 എണ്ണം പിന്നീട് എന്തായിട്ട് ഡിവൈഡ് ചെയ്തു? 8 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ 8 സെല്ല് സ്റ്റേജ് ആണ് എന്തെങ്കിലും ഉണ്ടായിരിക്കുക, എംബ്രിയോസാക്കിന് ഉണ്ടായിരിക്കുക. 8 ന്യൂക്ലിയസ് കാണുന്നുണ്ടോ നിങ്ങള്? 3, 3, 6, 2, 8 കണ്ടോ? Yes, ma'am. ഓക്കെ. അപ്പൊ ഒരു ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്ന് എംബ്രിയോസോക്ക് ഉണ്ടായത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ആ ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോറിന്റെ ന്യൂക്ലിയസ് മൈറ്റോട്ടിക് ഡിവിഷൻസ് സംഭവിക്കുകയാണ്. ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ചപ്പോ എത്ര എണ്ണമായിട്ട് മാറി? 2 എണ്ണമായിട്ടുണ്ടായി. അടുത്ത മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ചപ്പോ എത്രയായി? 2 4ആയി. ഇത് 2 ഇത് 4ആയി. പിന്നെ 4 8 മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു. കണ്ടോ? അങ്ങനെ 8 എണ്ണം ആയി കഴിഞ്ഞപ്പോ ഇവർക്ക് ഇങ്ങനെ വെറുതെ കിടന്നാലൊന്നും പറ്റില്ല. ഇവരൊന്ന് അറേഞ്ച് ആവണം അല്ലെ? നമ്മുടെ എംബ്രിയോസാക്കിന്റെ ഉള്ളിൽ ഈ ന്യൂക്ലിയസ് എന്ത് വേണം? അറേഞ്ച് ആയിട്ട് ഇരിക്കാൻ പോവാണ്. നമ്മൾ പറഞ്ഞു 2 എൻഡ് ഉണ്ട്. ഏതൊക്കെയാണ്? മൈക്രോബൈലാർ എൻഡ് ആൻഡ് ചലാസൽ എൻഡ് ഇല്ലേ? Yes, miss. ഇല്ലേ മക്കളെ? ഓക്കെ. അപ്പൊ ഈ 8 എണ്ണത്തില് 3 ആള് ഇങ്ങോട്ട് പോയി, മൈക്രോബൈലാർ എൻഡിലേക്ക് പോയി. അവിടെ 2 സൈനർഗിഡ്സ് ഉണ്ട്, ഒരു എഗ് സെൽസ് ഉണ്ട്. കണ്ടില്ലേ? ഇതാണ് എഗ് സെൽസ്. ഈ സൈനർഗിഡ്സ് വഴിയാണ് എന്ത് വരിക? നമ്മുടെ പൊള്ളൻ ട്യൂബ് എൻട്രി ചെയ്യാം. ഓക്കെ. Okay, ma'am. Okay. അതിനുശേഷം 3 എണ്ണം മൈക്രോബൈലാർ എൻഡിലേക്ക് പോയി. പിന്നെ 3 എണ്ണം ഇങ്ങോട്ട് പോയി, ചലാസൽ എൻഡിൽ പോയിട്ട് അവര് ആന്റിപോഡൽസ് ആയിട്ട് ഇരുന്നു. കണ്ടില്ലേ? അതിനുശേഷം ബാക്കി 2 എണ്ണം എവിടെ വന്നു? സെൻട്രൽ സെൽ അല്ലെങ്കിൽ പോളാർ ന്യൂക്ലിയസ് ആയിട്ട് സെൻട്രൽ അങ്ങോട്ട് കിടന്നു. ആരുടെ? എംബ്രിയോസാക്കിന്റെ ഉള്ളിൽ കിടന്നു.
കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മുടെ എന്താ ഫോം ചെയ്തത്. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ എംബ്രിയോ സാക്കിന്റെ സ്ട്രക്ചർ എന്ന് പറയണത്. ഓക്കെ, ഓക്കെ Okay. ഇതൊക്കെ എന്തായിരുന്നു? ഈ ഡിവിഷൻസ് എല്ലാം തന്നെ പ്രീ ന്യൂക്ലിയർ ഡിവിഷൻസ് ആയിരുന്നു. അതായത് സെൽഫോളൊന്നും ഫോർമേഷൻ ചെയ്യാതെ എന്താണ് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നടന്നുകൊണ്ടേയിരുന്നു അല്ലെ. അതുകൊണ്ട് ഇവർക്ക് സെല്ലൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് സ്റ്റേജിലാണ് എന്ത് വന്നത്? സെൽ വോളൊക്കെ ഫോർമേഷൻ ചെയ്തത് അല്ലേ. യെസ് മിസ്. Yes, ma'am. ആഫ്റ്റർ 8 ന്യൂക്ലിയർ സ്റ്റേജിൽ സെൽ വോളൊക്കെ വന്നു. അതിനുശേഷം ഓർഗനൈസേഷൻ ഓഫ് എ ടിപ്പിക്കൽ ഫീമെയിൽ ഗാമേറ്റ് ആയിട്ട് വന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ടിപ്പിക്കൽ ആയിട്ടുള്ള ഫീമെയിൽ ഗാമേറ്റ് ആയിട്ട് വന്നു. ചലാസലന്റില് 3 ആന്റിബോഡൽസ്, അതുപോലെ തന്നെ മൈക്രോബൈലാറെന്റിയില് ഫില്ലിഫോം അപ്പാരറ്റസ് ഉണ്ട്. ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ് കേട്ടത്. ഇതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫില്ലിഫോം അപ്പാരറ്റസ് എന്താന്ന് ചോദിക്കാം, സൈനർഗിഡ്സ് എന്താന്ന് ചോദിക്കാം. ഇത് ഈ ഒരു ഭാഗത്തുനിന്ന് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ 2 ആൾക്കാരെ കുറിച്ചിട്ടാണ്. പിന്നെ പോളാർ ന്യൂക്ലിയസ്, സെൻട്രൽ ന്യൂക്ലിയസ്. എഗ് പിന്നെ എല്ലാവർക്കും അറിയാം ഫങ്ഷണൽ ആണ്. ഇയാളായിട്ടാണ് ഫസ്റ്റ് വന്ന് നമ്മുടെ ആര് ഫ്യൂസ് ചെയ്യാ, മെയിൽ ഗ്യാമേറ്റ് വന്നിട്ട് ഫ്യൂസ് ചെയ്യാം. ഈ മൈക്രോബൈലാർ എൻഡി കൂടിയാണ് പൊള്ളൻ ട്യൂബ് എൻറ്റർ ചെയ്യുക. ഏതിന്റെ ഉള്ളിലേക്ക്? ഓവ്യൂളിന്റെ ഉള്ളിലേക്ക്. കിട്ടിയ മക്കളെ? Yes, miss. ഓക്കെ, സൈനർഗിഡ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ എട്ടെണ്ണയിലെ 3, 3, 6, 2, 8. അങ്ങനെ 8 സെല്ല് സ്റ്റേജിനെ എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്ത് അങ്ങ് വെച്ചു. കണ്ടില്ലേ? യെസ് മിസ്. ഓക്കെ, സെൽ വോളും കാര്യങ്ങളൊക്കെ വന്നത് ലാസ്റ്റ് അറേഞ്ച്മെന്റിലാണ് കേട്ടാ. അതാണ് നമ്മള് പറഞ്ഞത്. പിന്നെ ഇതന്നെ നമ്മൾ വീണ്ടും പറഞ്ഞേക്കണത്. എഗ് അപ്പാരറ്റസ് മൈക്രോബൈലാറെന്റില് എഗ് അപ്പാരറ്റസ് ആയിരിക്കും. താഴത്തെ എന്തായിരിക്കും? മൈക്രോബൈലാർ ടിപ്പില് എഗ്ഗും കാര്യങ്ങളും വന്നു. ചലാസലന്റിലെ ആന്റിബോഡൽസ്. ഈ പൊസിഷൻ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടാ. ഇതിന്റെയൊക്കെ ആന്റിബോഡൽസ് എവിടെയാണുള്ളത്? വരാത്ത ആന്റിബോഡൽസ് എവിടെയാന്നുള്ളതും ഫില്ലിഫോം അപ്പാരറ്റസും സൈനർഗിഡ്സ് എവിടെയാന്നുള്ളതിന്റെ പൊസിഷനും പഠിക്കണം കേട്ടാ. പൊസിഷൻ. ഓക്കെ ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് അവര് മേക്ക് പറ്റി എഴുതി വെച്ചേക്കണത്. ഓക്കെ, ഇതാണ് മെച്യൂർ ആയിട്ടുള്ള ഒരു ഗ്യാമേറ്റിന്റെ ഫിഗർ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? സ്ട്രക്ചർ എന്താണ്? മെച്യൂർ ആയിട്ടുള്ള ഒരു ഓവറിയുടെ ഫിഗർ ആണ്. ഓവറി അല്ല, നമ്മുടെ ഒവ്യൂളിന്റെ ഫിഗർ കൊടുത്തേക്കണ കണ്ടാ. ഇത്രയും പറഞ്ഞാണ് നമ്മൾ എന്ത് ഓവ്യൂൾ എന്ന് പറയണത്. കണ്ട, മൈക്രോബൈലാർ റീജിയൻ, എഗ്, സെൻട്രൽ സെൽസ്, ഇന്റഗ്യുമെന്റ്സ്, വാക്യൂൾസ്, ആന്റിബോഡീസ്, ചലാസിലന്റ്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി മിസ്. ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ നമ്മള് മെയിൽ ഗ്യാമേറ്റിന്റെ സ്ട്രക്ചറും പഠിച്ചു, ഫീമെയിൽ ഗ്യാമേറ്റിന്റെ സ്ട്രക്ചർ പഠിച്ചു. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കടക്കാൻ പോകുന്നത് എവിടേക്കാണ്? പൊളിനേഷനിലേക്കാണ്. എന്താണ് പൊളിനേഷൻ? എന്താണ് പൊളിനേഷൻ? പൊളിനേഷൻ ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹണി ബി കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ നിന്ന് ഒരാളെ. ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് പറയാ? പൊള്ളൻ ഗ്രെയിൻസ് എന്ന് പറയാ. ഇറ്റ് ഈസ് ദി ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദി സ്റ്റിഗ്മ ഓഫ് എ പിസ്റ്റിൽ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പൊള്ളൻ ഗ്രെയിൻസ് എന്ന് പറയാ. എങ്ങനെയൊക്കെ മക്കളെ പൊള്ളൻ ഗ്രെയിൻസ് പൊളിനേഷൻ നടക്കുക? എങ്ങനെയൊക്കെയാണ് പൊളിനേഷൻ നടക്കുക? നിങ്ങൾക്ക് അറിയാതൊക്കെ ഒന്ന് വേഗം പറഞ്ഞേ. ഇതൊക്കെ സിമ്പിൾ ആണ്. വിൻഡ്, വാട്ടർ, വിൻഡ്, വാട്ടർ, പിന്നെ ഏതൊക്കെയാ? ഇൻസെക്ട്സ്, ആനിമൽസ്. ഇൻസെക്ട്സ് ഒക്കെ വരുന്നതാണ് എന്ത് പൊളിനേഷനിൽ നടക്കുന്നത് അല്ലെ. 3 ബേസ്ഡ് ഓൺ ദി സോഴ്സ് ഓഫ് പൊള്ളൻ പൊളിനേഷൻ ഈസ് 3 ടൈപ്പ്. പൊള്ളന്റെ അവൈലബിലിറ്റിനെ അനുസരിച്ച് നമുക്ക്
എന്താ മൂന്ന് ടൈപ്പ് പൊളിനേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാ? ഓട്ടോഗമി, ഗെറ്റിനോഗമി ആൻഡ് സെനോഗമി. ഓക്കെ, ഏതൊക്കെയാ? ഓട്ടോഗമി എന്ന് പറയുമ്പോൾ സെൽഫ് പോളിനേഷനെയാണ് ഓട്ടോഗമി എന്ന് പറയാ. ഈ വാക്കുകളായിരിക്കും കേട്ടോ തരിക. ഓട്ടോഗമി, ഗീറ്റിനോഗമി, സെനോഗമി, ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ ഒന്നും ആയിരിക്കില്ല. ഓട്ടോഗമി, ജിയാറ്റിനോഗമി ആൻഡ് സെനോഗമി. ഓക്കെ, ഓട്ടോഗമി എന്ന് പറഞ്ഞ എന്തായിരിക്കും? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സെൽഫ് പോളിനേഷൻ ആണ് അവിടെ സംഭവിക്കുക. അതായത് എന്തായിരിക്കും? ഒരു സെയിം ഫ്ലവർ എടുക്കുക. കണ്ടോ ഇവിടെ ഫിഗർ കൊടുത്തേക്കുന്ന കണ്ടോ? ഈ ഫിഗർ കണ്ടില്ലേ? സെയിം ഫ്ലവറിലായിരിക്കും നടക്കുക. അതായത് ഇതൊരു ഫ്ലവർ ആണ്. ആ ഫ്ലവറിന്റെ ആന്തറിൽ നിന്ന് നേരെ അതിന്റെ സിഗ്മയിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? സെൽഫ് പോളിനേഷൻ എന്ന് പറയണത്. പക്ഷെ ഈ സെൽഫ് പോളിനേഷൻ ആളത്ര നല്ലതാണോ? അല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള പോളിനേഷൻ ഏതായിരിക്കും? ക്രോസ് പോളിനേഷൻ ആണ് കേട്ടോ, അല്ലേ? ആ, എക്സ്പോസ്ഡ് ആയിട്ടുള്ള കേസസിൽ, അതായത് ഇതുപോലെ തന്നെ ഈ വേൾഡ്സ്, അതായത് നമ്മുടെ കാർപ്പൽസും സെപ്പൽസും ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആയി നിൽക്കുന്ന ഫ്ലവേഴ്സ് ഉണ്ടാവുമല്ലോ, ഇതിലൊന്നും എന്തായിരിക്കില്ല, കൂടുതലും ഈ ഓട്ടോഗമി നടക്കില്ല. ഇങ്ങനെ ക്ലോസ്ഡ് ആയി നിൽക്കുന്ന ഫ്ലവേഴ്സ് ഉണ്ടാവില്ലേ? ക്ലോസ്ഡ് ആയി നിൽക്കുന്ന ഫ്ലവേഴ്സിൽ ഉണ്ടാവില്ലേ? കൂടുതൽ ഓപ്പൺ ആവാതെ ഇങ്ങനെ ക്ലോസ്ഡ് സ്ട്രക്ചറിൽ നിൽക്കുന്നതിലായിരിക്കും കൂടുതൽ എന്തുണ്ടായിരിക്കുക? ഓട്ടോഗമി നടക്കുക കേട്ടാ. ഓക്കെ ഓക്കെ, ഓട്ടോഗമി നോക്കാം. ഏതിലൊക്കെയാണ് ഓട്ടോഗമി നടക്കുന്നത്? ബയോള, ഓക്സാലിസ്, കമേലീനിയ പ്രൊഡ്യൂസ് 2 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്. ഇത് കണ്ടോ? ഇപ്പൊ ഇതിൽ കുറെ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ചെസമോഗാമസ് ഫ്ലവേഴ്സ് ഉണ്ട്, ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ഉണ്ട്. നോക്കാം. ചെസമോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫുൾ ഓപ്പൺ സ്ട്രക്ചർ കണ്ടോ ഇവിടെ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ചെസമോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. കണ്ടോ? ഫുൾ ഓപ്പൺ അല്ലേ ഇവിടെ പെറ്റൽസ് ഒക്കെ? ഇതാണ് ചെസമോഗാമസ്. ക്ലീസ്റ്റോഗാമസ് എന്ന് പറയുമ്പോ കണ്ടോ ഇങ്ങനെ മുട്ടിട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ, ഫുൾ ഓപ്പൺ ആവാത്തത് കേട്ടോ. അപ്പൊ ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ്. അതൊക്കെ നമ്മൾ സയന്റിഫിക് മീൻസ് ബയോളജിക്കൽ ടേംസ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്യണം കേട്ടോ മക്കളെ. എന്താണ് ചെസമോഗാമസ് ഫ്ലവേഴ്സ്, എന്താണ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് എന്ന് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, ചെസമോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആന്തേഴ്സും സ്റ്റിഗ്മ ഉള്ളവരെയാണ് നമ്മള് ചെസമോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് കണ്ടോ? ഡു നോട്ട് ഓപ്പൺ അറ്റ് ഓൾ, ആന്തേഴ്സ് ആൻഡ് സ്റ്റിഗ്മാസ് ആർ ക്ലോസ് ടു ഈച്ച് അതർ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്ലീസ്റ്റോഗാമസ് എന്ന് പറയാ. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സിൽ ഇൻബ്രീഡിങ് ഡിപ്രഷന് കാരണമാണ്. കാരണം എന്താണ്? അവരിങ്ങനെ ക്ലോസ്ഡ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സിൽ കൂടുതലും എന്താണ് പോളിനേഷൻ ഒക്കെ നടക്കാൻ ഇത് ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഈ ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓട്ടോഗമി നടക്കുന്നത് ഏതൊക്കെ ഫ്ലവേഴ്സിലാന്ന് മനസ്സിലായില്ലേ? ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞേ? ചെസമോഗാമസും ക്ലീസ്റ്റോഗാമസും കേട്ടോ. ക്ലീസ്റ്റോഗാമസിലാണ് ഇതിലുണ്ടാവുക ഇൻബ്രീഡിങ് ഡിപ്രഷൻ കാണുന്നത്, അല്ലേ? ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഉള്ളത് ഏതിലായിരുന്നു? ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഉള്ളത് ക്ലിസ്റ്റോഗാമസ് ഫ്ലവേഴ്സിലായിരിക്കും. കാരണം എന്തായിരുന്നു മക്കളെ? ആ, ഫുള്ള് ഓപ്പൺ ഒന്നായിരുന്നു എല്ലാവരും, അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഗെയ്റ്റിനോഗാമി. ഗെയ്റ്റിനോഗാമി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് pollen grains ഫ്രം ദി ആന്തർ ടു ദി സ്റ്റിഗ്മ ഓഫ് ദി അനദർ ഫ്ലവർ ഓഫ് ദി സെയിം പ്ലാന്റ്. ഒരു പ്ലാന്റിൽ നിന്ന് കണ്ട, ഇതൊരു ഒറ്റ പ്ലാന്റ് ആണ്. ഇതൊരൊറ്റ പ്ലാന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ മഞ്ഞ ചെമ്പരത്തിനെ ശ്രദ്ധിക്കുക. ഇത് ഒറ്റൊരു പ്ലാന്റിന്റെ ഇവിടെ കാണാം, രണ്ട് ഫ്ലവേഴ്സിൽ നിന്ന് ഓരോ പ്ലാന്റിൽ തന്നെ നടക്കുന്നതാണ് എന്ത്? ഗെയ്റ്റിനോഗാമി എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്രോസ് പോളിനേഷൻ എന്ന് പറയാ, അല്ലെ? ഇതിൽ നമുക്ക് എന്തായിരിക്കും? ഇവർക്ക് വെറുതെ പോയിട്ടൊന്നും അവിടെ പോയി കിടക്കാനുള്ള ഇതൊന്നുമില്ല. ഇവിടെ ഒരു പൊളനേറ്റിംഗ് ഏജന്റ് ഉണ്ടായിരിക്കും. പൊളിനേറ്റിംഗ് ഏജന്റ് ഏതൊക്കെയാണ് നമുക്ക് പഠിച്ചിട്ടുണ്ട്? ഏതൊക്കെയായിരിക്കും മെയിൻ ആയിട്ടുള്ള പൊളിനേറ്റിംഗ് ഏജന്റ്? ഏതൊക്കെയാ? ഹണി ബീസ്, ഇൻസെക്ട്സ്,
അതെ, ഇൻസെക്ട്സ് അതുപോലെ തന്നെ വിൻഡ് ഇവരൊക്കെ എന്തിനുള്ള പൊളിനേഷൻ ഏജൻസ് ആണ്. നമ്മൾ അതിലേക്ക് പോവാം. പൊളിനേഷൻ ഏജൻസ് വഴി മാത്രമാണ് എന്ത് നടക്കുക, ക്രോസ് പോളിനേഷൻ നടക്കാം. പക്ഷെ ഇവരെന്തായിരിക്കും ജനറ്റിക്കലി സിമിലർ ടു ഓട്ടോഗമി. അതുകൊണ്ട് എന്തായിരിക്കും സെയിം പൊള്ളൻ ഗ്രെയിൻസ് സെയിം പ്ലാന്റിൽ നിന്ന് തന്നെയായിരിക്കില്ല നടക്കുന്നത്. അതുകൊണ്ട് വലിയ എഫക്റ്റീവ് ആവാനൊന്നും ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് എന്താണ് ഓട്ടോഗമിയോട് സാമ്പിൾ വരാൻ. ഓട്ടോഗമി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ ഫ്ലവറിൽ നിന്ന് ഈ ഫ്ലവറിന്റെ ആന്തറിൽ നിന്നുള്ള സിഗ്മ, ഈ ആന്തറിൽ നിന്നുള്ള പൊള്ളൻ ഗ്രെയിൻ ഇതിന്റെ സിഗ്മയിൽ തന്നെ നടക്കാണ് ഇതിൽ നടക്കുക. പക്ഷെ എന്താണ് മറ്റേലാവുമ്പോ എന്തായിരിക്കും സെയിം പൊള്ളൻ ഗ്രെയിൻ തന്നെയാണ്. ഇതിലൊക്കെ കൊടുത്തേക്കുന്നത് സെയിം, ഇതിന്റെയൊക്കെ ഫ്ലവേഴ്സ് അങ്ങോട്ട് കാണും, സെയിം പൊള്ളൻ ഗ്രെയിൻ തന്നെയാണ് ഇവിടെ ട്രാൻസ്ഫർ ആവുക. സോ ഇറ്റ് ഈസ് സിമിലർ ടു ദി ഓട്ടോഗമി. ഓക്കെ, ഇനി സെനോഗമി എന്ന് പറഞ്ഞ് നോക്കാം. സെനോഗമി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ട്രാൻസ്ഫർ ഓഫ് എ പൊള്ളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു ദി സ്റ്റിഗ്മ ഓഫ് എ ഡിഫറെന്റ് പ്ലാന്റ്. ഡിഫറെന്റ് പ്ലാന്റിലേക്കാണ് പോണത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, സെനോഗമി എന്ന് പറയുന്നത് കേട്ടോ. ഇത് Okay, miss. നോക്കൂ, ജനറ്റിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള പൊള്ളൻ ഗ്രെയിൻസിനെയാണ് ഇവര് ക്യാരി ചെയ്യുക അല്ലെ. ഇപ്പോ എന്താണ് സെയിം, ഇപ്പൊ ഇതൊരു A1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്, ഇത് A2 ആണ്. അപ്പൊ ഇവരുടെ പൊള്ളൻ ഗ്രെയിൻസും ഇവരുടെ പൊള്ളൻ ഗ്രെയിൻസും സെപ്പറേറ്റഡ് ആയിരിക്കും അല്ലെ. ഇതിന്റെ കുറച്ച് ഇപ്പൊ ചിലപ്പോ ഇതിൽ എന്തായിരിക്കും വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫ്ലവർ ആണ്. ഇപ്പൊ എന്തായിരിക്കും കുറച്ച് ടോൾ ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കാം, ഇത് കുറച്ച് ചെറുതായിരിക്കാം. അപ്പൊ ഇങ്ങനെ ഇവർക്ക് ജനറ്റിക്കലി എന്തായിരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പൊള്ളൻ ഗ്രെയിൻസ് ആണ് ഈ ഒരു കേസിൽ സെനോഗമി വഴി നടക്കുന്ന ഇതിലെ പൊള്ളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ആവാം. ഓക്കെ, കണ്ടോ, സെനോഗമി നടത്താൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഇൻസെക്ട്സ് ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യാം. നമുക്ക് അഡീഷണൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു ദി വൺ ഫ്ലവർ ടു ദി സിഗ്മ ഓഫ് ജനറ്റിക്കലി ഡിസിമിലർ ഫ്ലവേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ക്രോസ് പോളിനേഷൻ എന്ന് പറയാം. ഓക്കെ, ക്രോസ് പോളിനേഷൻ. ഓക്കെ Okay, ma'am. ഓക്കെ, ഏതൊക്കെയായിരിക്കും മക്കളെ പോളിനേഷൻ ഏജൻസ് എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? ബയോട്ടിക് ഏജൻസ് ഉണ്ട്, ബയോട്ടിക് ഏജൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ബയോട്ടിക് ഏജൻസ്? Wind, വിൻഡ്, Water. വാട്ടർ. അതായത് ബയോട്ടിക് ഏജൻസും ഉണ്ട്, ബയോട്ടിക് ഏജൻസും ഉണ്ട്. ബയോട്ടിക് ഏജൻസ് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? എനിമോഫിലി കേട്ടിട്ടുണ്ടോ? എനിമോഫിലി, ഹൈഡ്രോഫിലി. ആ. എന്തായിരിക്കും എനിമോഫിലി എന്ന് പറയുമ്പോ? ഏജൻസ് നോക്കാം നമുക്ക്. എബയോട്ടിക് ഏജൻസ് ആൻഡ് ബയോട്ടിക് ഏജൻസ്. എബയോട്ടിക് ഏജൻസിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? വിൻഡ്, വാട്ടർ. വിൻഡ്, വാട്ടർ ആണ് എബയോട്ടിക്കിന്. ബയോട്ടിക് ഏജൻസിന് എക്സാമ്പിൾ ആണ് ഇൻസെക്ട്സ്, ബേർഡ്, ബാറ്റ്സ്. ബാറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? വവ്വാല് കേട്ടോ. പിന്നെന്താണ്? പ്രിമേറ്റ്സ്, പിന്നെ അർബോറിയൽ റോഡൻസ്, റെപ്റ്റൈൽസ് എക്സെട്ര. ഇവരെല്ലാവരും എന്താണ് ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ ആരാണ്? നമ്മുടെ ബയോട്ടിക് ഏജൻസിന് എക്സാമ്പിൾ ആണ്. ഇവർ രണ്ടും എന്താണ്? ബയോട്ടിക് ഏജൻസിന് എക്സാമ്പിൾ. ക്ലിയർ ആയില്ലേ? സിമ്പിൾ ആണ്. ഓക്കെ, ബയോട്ടിക് ഏജൻസിന് നമ്മൾ ഫസ്റ്റ് പറയും പൊളിനേഷൻ ബൈ വിൻഡ്. നോട്ട് ചെയ്തോ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. പൊളിനേഷൻ ബൈ വിൻഡ് ഈസ് നോൺ ആസ് അനിമോഫിലി. നമ്മൾ അനിമോഫിലി എന്ന് പറയുമ്പോൾ അനിമൽസ് ആണെന്ന് വിചാരിക്കരുത്. പൊളിനേഷൻ ബൈ വിൻഡ് ഈസ് നോൺ ആസ് അനിമോഫിലി. നോട്ട് ചെയ്തോ കേട്ടോ. എവിടെയായിരിക്കും മോർ കോമൺ ആയിട്ടുള്ള ബയോട്ടിക് ഏജന്റ് എന്ന് പറയുന്നത് ആരാണ്? വിൻഡ് തന്നെയാണ് അല്ലേ? അല്ലേ? പിന്നെ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? സിംഗിൾ ഓവ്യൂൾ ഇൻ ഈച്ച്. ഓരോ ഓവറിയുടെ ഉള്ളിലും സിംഗിൾ ഓവ്യൂൾ ഉണ്ടാവുള്ളൂ. നോക്കൂ, ഇത് കണ്ടോ, കോണ്ടൊക്കെ കണ്ടോ? ഇതൊക്കെ എന്താണ്? ഓരോരോ സിംഗിൾ ഓവ്യൂൾസിന്റെ ഉള്ളിൽ ഓവറിയുടെ ഉള്ളിൽ സിംഗിൾ ഓവ്യൂൾസ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ളവർക്ക് മാത്രമാണ് എന്ത് നടത്തുക? വിൻഡ് പോളിനേഷൻ നടക്കാം. ക്ലിയർ ആയില്ലേ? എക്സാമ്പിൾ ആണ് കോൺ കോബ്. എക്സാമ്പിൾ പഠിക്കണം കേട്ടോ. വിൻഡ് പോളിനേഷൻ ഈസ് കോമൺ ഇൻ ഗ്രാസസ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഏതൊക്കെയാ? അനിമോഫിലി, അതുപോലെ തന്നെ കോൺകോബ് പറയണം. പിന്നെ എന്തായിരിക്കും? സിംഗിൾ ഓവ്യൂൾസ് ഇൻ ഈച്ച് ഓവർ. കണ്ടോ?
അങ്ങനെ ന്യൂമറസ് ഫ്ലവേഴ്സ് ഒരു ഇൻഫ്ലോറസൻസ് ആയിട്ട് എന്ത് ചെയ്ത് വെക്കുന്നുണ്ടാവും, പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കണ്ടില്ലേ? ഓക്കെ. അപ്പൊ അനിമോഫിലി മറക്കരുത്. ആബയോട്ടിക് ഏജന്റിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഏതായിരുന്നു? വിൻഡ് ആയിരുന്നു. വിൻഡ് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? പോളിനേഷനെ പറയുന്ന പേരാണ് എന്ത്? അനിമോഫിലി എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, എന്നാലും പറഞ്ഞു പോവാം മിസ്. ഇത് എഫക്റ്റീവ് ആവാൻ എന്തൊക്കെ വഴി വേണം? ലാർജ് എമൗണ്ട് ഓഫ് പൊള്ളൻ ഗ്രെയിൻസ് വേണം. അതുപോലെ തന്നെ എന്തൊക്കെയായിരിക്കും വേറെ? പൊള്ളൻ ഗ്രെയിൻസ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. നല്ല കട്ടിയിലും കുറെ എന്താ പറയാ സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്നവരൊക്കെ കാറ്റിൽ ഇളകില്ല. അതെ നമ്മൾ കാണാം. ഈ പൂപ്പന്താടിയൊക്കെ പോണ കണ്ടിട്ടില്ലേ കാറ്റില്? അവരൊക്കെ എന്താണ്? വിൻഡ് പോളിനേഷൻ ആണ് കേട്ടോ. ലാർജ് എമൗണ്ട് ഓഫ് പൊള്ളൻ ഗ്രെയിൻസ് വേണം. ലൈറ്റ് വെയിറ്റും നോൺ സ്റ്റിക്കി ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവർ നന്നായിട്ട് വെൽ എക്സ്പോസ്ഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് ഈ പറയുന്ന വിൻഡ് പോളിനേഷൻ നടക്കുള്ളൂ. കണ്ട, വെൽ എക്സ്പോസ്ഡ് സ്റ്റേമെൻസ് ആണ്. സ്റ്റേമെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻഡ്രീഷ്യം നല്ല വെൽ എക്സ്പോസ്ഡ് ആയിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇരിക്കണം, അല്ലാണ്ട് ഉള്ളിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല. പിന്നെ അതുപോലെ തന്നെ ലാർജ് ഫെദറി സ്റ്റിഗ്മ ആയിരിക്കണം ടു ട്രാപ്പ് എയർ ബോൺ പൊള്ളൻ ഗ്രെയിൻസ്. അതുപോലെ നമ്മുടെ സ്റ്റിഗ്മ എവിടെയാ? ഈ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലേ? അപ്പൊ സ്റ്റിഗ്മ അതുപോലെ തന്നെ ലാർജ് ആവണം. ഫെദറി എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെ കുറച്ചൊന്ന് മൂവബിൾ ആയിട്ടുള്ള സ്റ്റിഗ്മ ഉള്ളത് മാത്രമാണ് എന്ത് പറ്റുള്ളൂ? വിൻഡ് പോളിനേഷന് പറ്റുള്ളൂ. ഓക്കെ. രണ്ടാമത്തെ പോളിനേഷൻ അബയോട്ടിക് ഏജന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആരാണ്? വാട്ടർ. പോളിനേഷൻ ബൈ വാട്ടർ ഈസ് കോൾഡ് ഹൈഡ്രോഫിലി. കണ്ടോ? ഈ പേരുകൾ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ. അനിമോഫിലിയും ഹൈഡ്രോഫിലിയും അബയോട്ടിക് ഏജന്റിൽ വരുന്നത് കേട്ടോ. എബയോട്ടിക്കിൽ വരുന്നത് ഏതായിരുന്നു? എബയോട്ടിക്കിൽ വരുന്നത് എനിമോഫിലി, ഹൈഡ്രോഫിലി കേട്ടോ. ഹൈഡ്രോഫിലില് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് എല്ലാ വാട്ടർ പ്ലാന്റ്സിലും ഈ പറയുന്ന വാട്ടർ വഴി അല്ല എന്ത് നടക്കുന്നത്? പോളിനേഷൻ നടക്കുന്നത് അല്ലേ? മോണോകോട്ടിലിഡൻസിലാണ് ഏറ്റവും കൂടുതൽ എന്താണ് നമ്മുടെ ബയോട്ടിക് ഏജന്റ് ആയിട്ടുള്ള വാട്ടർ വെച്ചിട്ട് പോളിനേഷൻ നടക്കുന്നത്. എക്സാമ്പിൾ ആണ് ഇത് വാലിസിനേറിയ, അതുപോലെ തന്നെ ഏതാണ്? ഹൈഡ്രീലിയ, ഫ്രഷ് വാട്ടർ ഫ്ലവേഴ്സ് ആണ്. പിന്നെ എന്താണ്? സോസ്ട്രക്ക് എന്താണ്? മറൈൻ സീഗ്രാസ് ആണ്. ഇതിലൊക്കെയാണ് കൂടുതലായിട്ട് ആബയോട്ടിക് ഏജന്റ്സ് ആയിട്ടുള്ള വാട്ടർ വഴി ഇത് നടക്കുന്നത്, നമ്മുടെ പോളിനേഷൻ നടക്കുന്നത്. വാലിസിനേറിയയിൽ നോക്കാം. പ്ലാന്റ്സ് മെച്ചുറേഷൻ ചെയ്ത് കഴിയുമ്പോൾ പ്ലാന്റ്സ് ഫീമെയിൽ ഫ്ലവർ എവിടെ വന്ന് പോവും? കണ്ടോ? ഫീമെയിൽ ഫ്ലവർ വെള്ളത്തിന്റെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോ മെയിൽ ഫ്ലവർ വെള്ളത്തിന്റെ അടിയിലായിരിക്കും. അവരിങ്ങനെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ പൊള്ളൻ ഗ്രെയിൻസിനെ റിലീസ് ചെയ്തിട്ട് വാട്ടറിലേക്ക് എത്തിക്കും. അങ്ങനെ വാട്ടർ ഇതിനെ എന്തിലേക്ക് എത്തിക്കും? ഫീമെയിൽ ഫ്ലവറിലേക്ക് എത്തിച്ചിട്ട് ഇവിടെ എന്ത് സംഭവിക്കും? റീപ്രൊഡക്ഷൻ നടക്കും. കണ്ടോ? വാൽസിനേറിയയുടെ കേസില്. ഓക്കെ. Valsinaria female flower reaches at the surface of the water by long stalk, and the male flowers pollen grains are released on the surface of the water ആണ്. They are carried out by water ആണ് അങ്ങോട്ടേക്ക് എത്തിക്കുക. പിന്നെ സീഗ്രാസിന്റെ കേസിൽ എന്താണ്ടായിരിക്കുക? സീഗ്രാസില് ഫീമെയിൽ ഫ്ലവേഴ്സ് സബ്മേർജ്ഡ്, വാട്ടറിന്റെ ഉള്ളിൽ സബ്മേർജ്ഡ് ആയിട്ട് കിടക്കുന്നതായിരിക്കും. അതിനുശേഷം പൊള്ളൻ ഗ്രെയിൻസ് ലോങ് റിബൺ ലൈക്ക് പൊള്ളൻ ഗ്രെയിൻസ് ആയിരിക്കും ആരെങ്കിലും ഉണ്ടായിരിക്കുക? സീഗ്രാസസിന്റെ ഉണ്ടായിരിക്കുക. അവരെന്ത് സംഭവിക്കും? വാട്ടർ വഴി സ്റ്റിഗ്മയിലേക്ക് എത്തും. ക്ലിയർ ആയില്ലേ? അതാണ് സീഗ്രാസിന്റെ കേസിൽ പഠിക്കാനുള്ളത് കേട്ടോ. വാൽസിനേറിയ ഫീമെയിൽ ഗ്യാമേറ്റ്സ് വാട്ടറിന്റെ ഉള്ളിൽ മെർജ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. സീഗ്രാസിൽ എവിടെയും കിടക്കുന്നുണ്ടാവാ? വാൽസിനേറിയയില് മെയിൽ ഗ്യാമേറ്റ്സ്, അതായത് പൊള്ളൻ ഗ്രെയിൻസ്, മെയിൽ ഫ്ലവേഴ്സ് സബ്മെർജ്ഡ് ആയി കിടക്കുന്നുണ്ടായിരിക്കും. സീഗ്രാസിന് എന്താ കിടക്കുക? ഫീമെയിൽ ആണ് കിടക്കുക കേട്ടോ, അല്ലേ? ഫീമെയിൽ ഗ്യാമേറ്റ് ആയിരിക്കും, ഫീമെയിൽ പ്ലാന്റ്സ് ആയിരിക്കും അഴുത്ത് കിടക്കുന്നുണ്ടാവാം. ഓക്കെ അല്ലേ? റിബൺ ലൈക്ക് സ്ട്രക്ചറിൽ കണ്ടോ കിടക്കുന്നത്? എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന വാട്ടർ പൊളിനേറ്റഡ് സ്പീഷീസിന് എന്തുണ്ടായിരിക്കും? പൊള്ളൻ ഗ്രെയിനിന്റെ ചുറ്റും ഒരു മ്യൂസിലേജിനിയസ് ആയിട്ടുള്ള
ഒരു കോട്ടിംഗ് ഉണ്ടായിരിക്കും ഫോർ പ്രൊട്ടക്ട് ഫ്രം വെറ്റിംഗ്. തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്ടർ പോളിനേഷൻ വഴി നടക്കുന്ന പോളൻ ഗ്രെയിൻസിന് എന്തുണ്ടായിരിക്കും, ഒരു മ്യൂസിലേജിനസ് ആയിട്ടുള്ള കോട്ടിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാ അക്വാട്ടിക് പ്ലാന്റ്സിനും ഈ പറയുന്ന ഹൈഡ്രോഫിലി വഴിയൊന്നും ആവില്ല പോളിനേഷൻ നടക്കുക. മോസ്റ്റ് ഓഫ് അക്വാട്ടിക് പ്ലാന്റ്സ്, അതായത് ഏതൊക്കെയാ, വാട്ടർ ഹയാസിന്ത്, അതുപോലെ വാട്ടർ ലില്ലി, അവരൊക്കെ എന്തായിരിക്കും, വാട്ടറിന്റെ പുറത്തേക്ക് വരും. അതുകൊണ്ട് എൻഡമോഫിലി അല്ലെങ്കിൽ അനിമോഫിലി വഴിയായിരിക്കും ഇവിടെ എന്ത് നടക്കുക, വാട്ടർ വിൻഡ് വഴിയൊക്കെ ആയിരിക്കും എന്ത് നടക്കുക, പോളിനേഷൻ നടക്കുക കേട്ടോ. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കിക്കോളോ, വാട്ടർ ഹയാസിന്ത്, വാട്ടർ ലില്ലി, അതിലൊക്കെ എന്താണ് നടക്കാന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അതെ, വാട്ടർ ഹയാസിന്ത് ഇവരൊക്കെ കുറച്ചുകൂടി പുറത്തേക്കല്ലേ വന്നത്, നമ്മുടെ ആമ്പല് താമരയിലൊക്കെ നടക്കുന്നത് എന്തൊക്കെയാന്ന് ചോദിക്കാം. അവിടെയൊക്കെ മെയിൻ ആയിട്ടുള്ള വിൻഡ് പോളിനേഷൻ ആണ് നടക്കുക. അനിമോഫിലി എന്ന് പറയുമ്പോൾ വിൻഡ് പോളിനേഷൻ ആണ് നടക്കുക കേട്ടോ. ഓക്കെ, ഹൈഡ്രോഫിലിക്ക് എക്സാമ്പിൾ ഏതൊക്കെയാ ഒന്ന് പറഞ്ഞേ, എല്ലാരും ഉറങ്ങിയാ? വലിസ്നേറി, വാലിസ്നേറിയ ആൻഡ് Water has. ഹൈഡ്രേറ്റ്, അല്ല, വാട്ടർ ഹയാസിന്റെ ഇതിന് എക്സാമ്പിൾ ആയിരുന്നു ഞാൻ പറഞ്ഞ, അനിമോഫിലിക്ക് ആയിരുന്നു. ഞാൻ ചോദിച്ചത് ഹൈഡ്രോഫിലിക്ക് എക്സാമ്പിൾ ആയിരുന്നു. വലിസ്നേറിയം സീഗ്രാസ്, വാലിസ്നേറിയും സീഗ്രാസും. തെറ്റി പോവരുത് കേട്ടോ. ഓക്കെ, വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് എന്താ പറയാ, പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നെക്സ്റ്റ് ആണ് നമുക്ക് ബയോട്ടിക് ഏജൻസ്. ബയോട്ടിക് ഏജൻസിൽ മെയിൻ ആയിട്ട് വരുന്നത് എനിമൽസ് ഒക്കെ ആയിരിക്കും. ഏതൊക്കെയാണ്, ബീസ്, ബട്ടർഫ്ലൈസ്, ബീറ്റ്ലെസ്, വാസ്പ്സ്, ആൻസ്, ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ബയോട്ടിക് ഏജൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പോളിനേഷൻ ബൈ ഇൻസെക്ട്സ് എന്താ പറയാ, എൻഡമോഫിലി. കണ്ടോ, എൻഡമോഫിലി. ഇത് ഇവിടുന്ന് 4 നോട്ട് ചെയ്യാനുള്ളത് ഏതൊക്കെയായിരുന്നു, ബൈ വിൻഡ്, അനിമോഫിലി, ബൈ വിൻഡ്, അനിമോഫിലി. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയണത് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ മക്കളെ. നോട്ട് ചെയ്യുന്നില്ലേ? ഓക്കെ മിസ്, ക്ലാസ് നോട്ടിൽ ക്ലാസ്സിൽ നോട്ട് ചെയ്യുക, പിന്നെ നോട്ട് വരുമ്പോ അത് വായിക്കുക. ഓക്കെ, അപ്പൊ അനിമോഫിലി, പിന്നെ ഏതായിരുന്നു, ഹൈഡ്രോഫിലി, പിന്നെ ഏതായിരുന്നു, എൻഡമോഫിലി. ഓക്കെ, ഓക്കെ, Say anemophilic. എന്താടാ? Anemophilic example അല്ലേ ഗ്രാസസും മെയ്സും ഒക്കെ. അതെ, അനിമോഫിലിക്ക് എക്സാമ്പിൾ ആണ് ഗ്രാസസും മെയ്സും ഒക്കെ. ഹൈഡ്രോഫിലിക്ക് എക്സാമ്പിൾ ആണ് സീഗ്രാസും അതുപോലെ തന്നെ വാലിസ്നേറിയും. അതിൽ തന്നെ എക്സെപ്ഷൻ കേസ് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്ടർ ഹയാസിന്തും അതുപോലെ തന്നെ വാട്ടർ ലില്ലിയിലും ഈ പറയുന്ന ഇതെല്ലാം അവര് വെള്ളത്തിലുള്ള ചെടികളായിരുന്നാലും അവരിൽ നടക്കുന്നത് എന്തായിരുന്നു, നമ്മുടെ വിൻഡ് പോളിനേഷൻ നടക്കുന്നത് കേട്ടോ. കിട്ടിയില്ലേ? യെസ് മാം. അപ്പൊ പൊളിനേഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ ഞാൻ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറഞ്ഞുതരാം. ഈ പറയുന്ന പേരുകൾ പഠിച്ചു വെക്കാം. നമ്മള് ബയോട്ടിക് ഏജന്റ് അത് ഓരോ ഏജൻസും വഴി നടക്കുന്ന, വിൻഡ് വഴി നടക്കുന്നതിന് പറയുന്ന പേര് പഠിച്ചു വെക്കുക. അനിമോഫിലി, വാട്ടർ വഴി നടക്കുന്നതിന് പേര് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇൻസെക്ട് വഴി നടക്കുന്നതിന് എൻഡമോഫിലി. ഓക്കെ, ഇത് 3ഉം ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുക. പിന്നെ എക്സാമ്പിൾസ് പഠിക്കുക. ഓക്കെ, അതിൽ വാട്ടറിന്റെ കേസിൽ മാത്രമാണ് കുറച്ചും കൂടിയും അവര് ട്രിക്കി ആയിട്ട് ചോദിക്കാൻ വഴി ഉണ്ടാവുക. ഓക്കെ, വാട്ടർ ഹയാസിന്തും വാട്ടർ ലില്ലിയും. വാട്ടർ ലില്ലിയിലും വിൻഡ് വഴിയാണ് നടക്കുക, അനിമോഫിലിയാണ് നടക്കുക. അതന്നെ, കാരണം എന്താണ്, അവര് കുറച്ചും കൂടിയും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. അവര് വെള്ളത്തിൽ നന്നായിട്ട് പൊന്തില്ല നിക്കാം, അവർക്ക് കാറ്റും വെളിച്ചൊക്കെ ഏക്കാലോ. ഓക്കെ, യെസ് മാം. ഓക്കെ. ലോട്ടസിലൊക്കെ എൻഡമോഫിലി അല്ലേ? ലോട്ടസിൽ എൻഡമോഫിലി നടക്കും, അനിമോഫിലി നടക്കും. ഇതെവിടെ, ഇതെടാ, എൻഡമോഫിലി നടക്കും, അനിമോഫിലി നടക്കും കേട്ടോ. ഓക്കെ മാം. നോട്ട് കിട്ടുമ്പോഴേ ഒന്ന് വായിച്ചാ മതി. ഓക്കെ, പിന്നെ ബയോട്ടിക് ഏജൻസിന് മെയിൻ ആയിട്ട് നമുക്ക് എന്തൊക്കെ വേണം,
ഫീച്ചേഴ്സ് ഉള്ളവർക്ക് മാത്രമാണ് നടക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലാർജ് കളർഫുൾ ആയിട്ടുള്ള ഇത്. കാരണം ഇൻസെക്ട്സിന് വന്ന് എന്താണ് അട്രാക്ട് ചെയ്യണമല്ലോ പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ വലിയ ഫ്ലവേഴ്സിലായിരിക്കും നെക്ടർ മീൻസ് ഇൻസെക്ട് പോളിനേഷൻ നടക്കുക. അതുപോലെ തന്നെ അവർ കുറച്ച് ഫ്ലോറൽ റിവാർഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്തൊക്കെയായിരിക്കും? നെക്ടറും ഹണിയും ഒക്കെ കൊടുക്കും. പിന്നെ ചില ഇൻസെക്ട്സിന് അവരുടെ എഗ് ലേ ചെയ്യാനുള്ള സ്പേസും കൊടുക്കും. അങ്ങനെയുള്ള കുറെ ഫ്ലോറൽ റിവാർഡ്സ് കൊടുക്കുമ്പോഴാണ് ഈ ഇൻസെക്ട്സ് വന്നിട്ട് പോളിനേഷൻ നടക്കുക, അല്ലേ? യെസ് മാം. Okay. ബയോട്ടിക് എന്ന് പറയുമ്പം എൻഡമോഫിലി മാത്രമേ വരുള്ളൂ. ബയോട്ടിക്കില് എൻഡമോഫിലി മാത്രമേ വരുള്ളൂ കേട്ടോ. ഓക്കെ. ബയോട്ടിക്കിലാണ് 2 എണ്ണം വരിക, അനിമോഫിലിയും ഹൈഡ്രോഫിലിയും. അനിമോഫിലിയും ഹൈഡ്രോഫിലിയും. അതന്നെ. കിട്ടിയോ? ക്ലിയർ. ഓക്കെ ഓക്കെ. പിന്നെ റിവാർഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഞാൻ പറഞ്ഞ പോലെ ലാർജ് കളർഫുൾ ഫീച്ചേഴ്സ് ഒക്കെ ആയിരിക്കണം. പിന്നെന്തായിരിക്കും? പോളൻ ഗ്രെയിൻസ് സ്റ്റിക്കി ആവണം. സ്റ്റിക്കി ആയി വരെ കണ്ട ഇവിടെ തേനീച്ച വന്നിട്ട് തേനീച്ചയുടെ മുഖത്തും കൈമ്പിലും കാലുമ്പിലും ഒക്കെ ആയിട്ടിരിക്കണല്ലോ. കാരണം ഇതും കൊണ്ട് അവര് പറന്ന് പോകുമ്പോഴാണല്ലോ അവിടെ പോയിട്ട് ഒട്ടിപ്പിടിക്കുള്ളൂ. അപ്പൊ പൊള്ളൻ ഗ്രെയിൻസ് എന്താവണം? സ്റ്റിക്കി ആയിരിക്കണം. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ. ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവര് റിസൾട്ട് നമുക്ക്, അതായത് ഇവിടുന്ന് ഒരു എന്താണ് ഏജന്റ് വന്നിട്ട് ഇവിടുന്ന് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് അയാൾ ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ നിന്നുള്ള തേനൊക്കെ കുടിച്ചു കഴിഞ്ഞ് പോണ സമയത്ത് അടുത്ത ഒരു ഫ്ലവറിൽ പോയിരിക്കുന്ന സമയത്ത് ഇയാളുടേതുള്ള ആ പൊള്ളൻ ഗ്രെയിൻസ് അവിടെ വീഴും. സിഗ്മയിൽ വീണിട്ട് എന്ത് സംഭവിക്കും? അത് ഫെർട്ടിലൈസേഷൻ നടക്കും. കണ്ട, ഇറ്റ് റിസൾട്ട് ഇൻ ദി പൊളിനേഷൻ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്ലിയർ ആണ് മിസ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞ തന്നെയാണ്, സം പ്ലാന്റ്സ് പ്രൊവൈഡ്സ് സേഫ് പ്ലേസസ് ഫോർ ദി ഫ്ലോറൽ റിവാർഡ്സ് ടു ലൈസ് എഗ്സ്. അതിന് എക്സാമ്പിൾ പഠിക്കണം. ഏതായിരുന്നു? അമോർഫാലസ്. ഏതാണ്? നമ്മുടെ ചേനയുടെ പൂവ് കണ്ടിട്ടില്ലേ? കണ്ടില്ലേ അമോർഫാലസ്? ചേന, ചേമ്പ്, ആ ഒരു ചേനയുടെ ഫ്ലവർ ആണ് കുറച്ചും കൂടി ചേനയല്ലല്ലോ, ചേന ചേന അതന്നെ. ചേനയുടെ ഫ്ലവർ കണ്ടിട്ടുണ്ടോ? ദേ ഇങ്ങനത്തെ ഫ്ലവർ ആയിരിക്കും. ഇതിന്റെ ഉള്ളിൽ കണ്ട ഈ ഒരു സ്പേസസിലൊക്കെ ഇവർക്ക് എഗ് ലേ ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യും. അതിന് എക്സാമ്പിൾ ഒന്ന് പഠിക്കണം കേട്ടോ. ഏതാണ്? അമോർഫാലസ്. അമോർഫാലസ് ഇറ്റ് ഹാസ് ദി ടോളസ്റ്റ് ഫ്ലവർ ഓഫ് 6 feet ആണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഇത് നമ്മൾ പറഞ്ഞ തന്നെയാണ്. മെനി അതായത് വേറെ എന്താണ് ചില ആനിമൽസ് അല്ലെങ്കിൽ ഇൻസെക്ട്സ് എന്ത് ചെയ്യും? പൊള്ളൻ ഗ്രെയിൻസ് ഒന്നും ചെയ്യില്ല. ഇൻസെക്ട്സ് പൊള്ളൻ ഓർ നെക്ടർ പൊളിനേഷൻ ഒന്നും നടത്താതെ പൊള്ളൻ ഗ്രെയിൻസും അതുപോലെ തന്നെ നമ്മുടെ നെക്ടറും കാര്യങ്ങളൊക്കെ വന്ന് കുടിച്ചു പോവും. അവരെ പറയുന്ന പേരാണ് ഇത് പൊള്ളൻ അഥവാ നെക്ടർ റോബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പൊള്ളൻ അഥവാ നെക്ടർ റോബേഴ്സ് എന്ന് പറയും അവരെ. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് ഔട്ട്ബ്രീഡിങ് ഡിവൈസസ് നോക്കാം. എന്താണ് ഔട്ട്ബ്രീഡിങ് ഡിവൈസസ് എന്ന് പറയുന്നത്? ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള. അതെ അതെ, ഇൻബ്രീഡിങ് ഡിപ്രഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ആണ്. അതിന് എന്ത് സംഭവിക്കും നോക്കാം. ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സ് കൻ അണ്ടർഗോ എന്ത് സംഭവിക്കും? സെൽഫ് പോളിനേഷൻ ആണ് അവിടെ നടക്കുക. ഓട്ടോഗേമി നടക്കും. ഈ കണ്ടിന്യൂസ്ലി സെൽഫ് പോളിനേഷൻ നടക്കുന്ന സമയത്ത് എന്തിലേക്ക് പോകും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻബ്രീഡിംഗ് ഡിപ്രഷനിലേക്ക് പോകും. ഇങ്ങനെ സെൽഫ് പോളിനേഷൻ അവോയ്ഡ് ചെയ്യാനും ക്രോസ് പോളിനേഷൻസ് നമുക്ക് നടത്താനും വേണ്ടിയിട്ട് എന്ത് എന്താണ് പ്ലാന്റ്സിൽ കുറച്ച് ഡിവൈസസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഔട്ടർ ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കാം. അവോയ്ഡിങ് സിങ്ക്രണൈസേഷൻ. അതെന്തായിരിക്കും? പൊള്ളൻ സിഗ്മ റെസിപ്റ്റീവ് ആവണേക്കാൾ മുൻപ് തന്നെ പൊള്ളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യാം. അതായത് സ്റ്റിഗ്മ റിസീവ് ആവുന്ന ടൈമിനേക്കാൾ പൊള്ളൻ ഗ്രെയിനെ റിസീവ് ആവുന്നേക്കാൾക്കും റെഡി ആവുന്നേക്കാൾ മുൻപ് തന്നെ പ്ലാന്റ് എന്ത് ചെയ്യും? ഈ പറയുന്ന പൊള്ളൻ ഗ്രെയിൻസിനെ അങ്ങോട്ട് റിലീസ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ സ്റ്റിഗ്മ പൊള്ളൻ ഗ്രെയിൻസ് വലുതാവണേക്കാൾ മുൻപ് തന്നെ സ്റ്റിഗ്മ റിസപ്റ്റീവ് ആയിട്ട് നിൽക്കും. അതിനെയാണ് അവോയ്ഡിങ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്തായിരിക്കും?
അറേഞ്ച്മെന്റ് ഓഫ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ അറ്റ് ഡിഫറെന്റ് പൊസിഷൻസിൽ ചില പ്ലാന്റ്സ് അവർക്ക് എടുത്തിട്ടുള്ള പ്രിക്വേഷൻസ് ആണ് ഇതൊക്കെ കേട്ടാ. അവര് വലുതാവുന്ന ടൈമിൽ ഇങ്ങനെ പ്ലാന്റ്സ് ഓട്ടോമാറ്റിക്കലി എടുത്തിട്ടുള്ള എന്താണ് പറയാ ഡിവൈസസ് ആണ് ഈ പറയുന്നത്. അവോയ്ഡിങ് സിങ്ക്രണൈസേഷൻ, പിന്നെ അറേഞ്ച്മെന്റ് ഓഫ് ആന്തർ ആൻഡ് സ്റ്റിഗ്മാറ്റ് ഡിഫറെന്റ് പൊസിഷൻസിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവരെ നിർത്താൻ പറ്റില്ലല്ലോ. ഹെട്രോഗാമി അല്ലേ? എന്താണ് ഹെട്രോഗാമി അല്ലേ? ഹെട്രോഗമി. നെക്സ്റ്റ് സെൽഫ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ? സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. ജനറ്റിക്കൽ സെൽഫ് കോമ്പാറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ അതായത് സെയിം പ്ലാന്റിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ സെയിം സ്പീഷീസിൽ നിന്നുള്ള ഫെർട്ടിലൈസേഷൻ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെർമിനേഷൻ ഓർ പൊള്ളൻ ട്യൂബ് ഗ്രോത്ത് അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ജനറ്റിക്കലി സിമിലർ ഒരു മിനിറ്റ് കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടിയിട്ട് പൊള്ളൻ ജെർമിനേഷനെ ഇൻഹിബിറ്റ് ചെയ്യും, അല്ലെങ്കിൽ പൊള്ളൻ ട്യൂബിന്റെ ഗ്രോത്തിനെയൊക്കെയും ആര് ഇൻഹിബിറ്റ് ചെയ്യും? പിസ്റ്റില് ഇൻഹിബിറ്റ് ചെയ്യാണ് ഈ സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടി. അതിനെയാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ പിസ്റ്റിലുണ്ടല്ലോ, പിസ്റ്റിൽ ആരായിരുന്നു? ഇവിടെ നമ്മുടെ ഗൈനീഷ്യത്തിലത്തെ പിസ്റ്റില് ഈ പറയുന്ന സെയിം ആയിട്ടുള്ള ഫ്ലവറിന്റെ പൊള്ളൻ ഗ്രെയിൻ വരുമോ, അല്ലെങ്കിൽ സെയിം പ്ലാന്റിന്റെ ഫ്ലവേഴ്സിന്റെ പൊള്ളൻ ഗ്രെയിൻസ് ഒക്കെ വന്നു എന്ന് ഇവർക്ക് മനസ്സിലാവുമല്ലോ. അവർക്ക് സ്റ്റിഗ്മയ്ക്ക് റെക്കഗ്നൈസ് ചെയ്യും. കാരണം സെയിം ആയിട്ടുള്ള അവർക്ക് വേണ്ട സെയിം സ്പീഷീസിന്റെ അല്ലാത്ത പൊള്ളൻ ഗ്രെയിൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റിഗ്മ അതിനൊക്കെ റിജക്ട് ചെയ്ത് വിടുകയാണ് ചെയ്യാം. അപ്പൊ സെയിം ഫ്ലവറിൽ നിന്നുള്ള പൊള്ളൻ ഗ്രെയിൻസ് ആണ്, അല്ലെങ്കിൽ സെയിം സ്പീഷീസിന്റെ അതർ പ്ലാന്റിൽ നിന്നാണ് വരണത് കാണുമ്പോൾ ഈ പിസ്റ്റിൽ എന്ത് ചെയ്യും? ഈ വരുന്ന പൊള്ളൻ ഗ്രെയിനെ അങ്ങോട്ട് ഇൻഹിബിറ്റ് ചെയ്യും. പൊള്ളന്റെ ജെർമിനേഷനെ ഇൻഹിബിറ്റ് ചെയ്യും, അല്ലെങ്കിൽ പൊള്ളൻ ട്യൂബിന്റെ ഗ്രോത്തിനെയൊക്കെ എന്താ ചെയ്യാം? ഇൻഹിബിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയാ? സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയണത്. ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെന്തായിരിക്കും? യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാം. യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഇറ്റ് പ്രിവെന്റ്സ് ഓട്ടോഗമി ബട്ട് നോട്ട് ജെയ്റ്റിനോഗമി. ഗെയ്റ്റിനോഗമിനെ അല്ല, ഓട്ടോഗമീനെ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. എക്സാമ്പിൾ പഠിക്കണം, കാസ്റ്റർ ആൻഡ് മൈൽസ് കേട്ടോ. കാസ്റ്റർ ആൻഡ് മൈൽസ് ആണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഓട്ടോഗമി, സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണത്. ഓക്കെ അല്ലേ? ഓക്കെ മിസ്. ഓക്കെ. പിന്നെന്തായിരിക്കും? തന്നെ മൈസും കാസ്റ്ററും. മോണീഷ്യസ് പ്ലാന്റ്സിനാണ് കേട്ടോ. മോണീഷ്യസ് പ്ലാന്റ്സിലെ എക്സാമ്പിൾ ആണ് കാസ്റ്ററും അതുപോലെ തന്നെ മൈസും. കാസ്റ്റർ ആൻഡ് മൈസും അവരാണ് ഓട്ടോഗമീനെ പ്രിവെന്റ് ചെയ്യുക. പക്ഷെ ഡൈഷ്യസ് പ്ലാന്റ്സിലെ എക്സാമ്പിൾ പപ്പായ, മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ പ്രസന്റ് ഓൺ ഡിഫറെന്റ് പ്ലാന്റ്സ്. ദിസ് പ്രിവെന്റ്സ് ബോത്ത് ഓട്ടോഗമി ആൻഡ് ഗൈറ്റിനോഗമി. അതായത് ഇവർക്ക് പപ്പായയുടെ കേസിൽ എക്സാമ്പിൾ ആണ്. അതായത് അത് ഡയോഷ്യസ് പ്ലാന്റ് ആണ്. അവിടെ എന്തായിരിക്കും? മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റും ഡിഫറെന്റ് പ്ലാന്റ്സിലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് കണ്ടോ? മെയിൽ പ്ലാന്റ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ വള്ളി പോലെ ആയിരിക്കും അവരുടെ. ഇതിൽ കായ് ഉണ്ടാവില്ല. ഫീമെയിൽസിൽ മാത്രം അതെ ഇങ്ങനെ കിടക്കുന്നതിന് മാത്രം. ഇങ്ങനത്തെ ഈ പപ്പായ ചെടി കണ്ടുണ്ടോ? ഓക്കെ. ഇവിടെ ഫീമെയിൽ പ്ലാന്റ്സ് ഇല്ല. അപ്പൊ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ പറയും ഇത് മെയിൽ പപ്പായ എന്ന് പറയും, ഇത് ഫീമെയിൽ പപ്പായ എന്ന് പറയും. അപ്പൊ ഇത് ഓട്ടോഗമീനെയും അതുപോലെ തന്നെ ഗെയ്റ്റിനോഗമീനെയും എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. ഇത് ഡൈഷ്യസ് പ്ലാന്റ് ആണ് കേട്ടോ മക്കളെ. എന്തായിരിക്കും? ഡൈഷ്യസ് പ്ലാന്റ്. മറ്റേത് ഏതായിരുന്നു? മോണീഷ്യസ് പ്ലാന്റ് ആണ് കാസ്റ്ററും മൈസും. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഓക്കെ മിസ്.
ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ആണ്, പക്ഷെ ഇതൊക്കെ നന്നായി വായിക്കണം കേട്ടോ. കുറെ വായിച്ച് ഷോർട്ട് നോട്ട് എഴുതണേ. ഞാൻ ഓക്കെ പറഞ്ഞു മിസ്. തന്നിട്ടുള്ളതൊക്കെ നോട്ട് ചെയ്ത് ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ ആ, നെക്സ്റ്റ് ആണ് നമ്മള് പൊള്ളൻ പിസ്റ്റൽ ഇന്ററാക്ഷനിലേക്ക് പോവാം. സമയം എത്രയായി? സമയം 8 മണിയായി അല്ലേ? ഇതും കൂടി പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. പൊള്ളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ എന്ന് പറയും. എന്താണ് പൊള്ളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ? അതായത് പിസ്റ്റില് റെക്കഗ്നൈസ് ചെയ്യാണ് കോമ്പാറ്റബിൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമ്പാറ്റബിൾ അല്ലെങ്കിൽ ഒരു പൊള്ളൻ ഗ്രെയിൻസ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് കണ്ടോ. അത് പൊള്ളൻ ഗ്രെയിൻസ് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. ഈ പൊള്ളൻ ഗ്രെയിൻസിനെ എന്ത് ചെയ്യും? റെക്കഗ്നൈസ് ചെയ്യും. നമുക്ക് പറ്റിയ ആളാണോ, അതായത് സെയിം സ്പീഷീസിനൊക്കെ ആണോ വന്നതെന്ന് നോക്കിയിട്ട് അവരെന്ത് ചെയ്യും? ചില കെമിക്കൽ കോമ്പൗണ്ട്സിനെ വെച്ചിട്ട് അവരതിനെ റെക്കഗ്നൈസ് ചെയ്യും. അതിനുശേഷം പൊള്ളൻ ഈസ് കോമ്പാറ്റബിൾ ആണെന്ന് വിചാരിക്കും, അതായത് റൈറ്റ് ടൈപ്പ് ആണെന്ന് വിചാരിക്കുമ്പോൾ എന്ത് ചെയ്യും? ക്രിസ്റ്റൽ അതിനെ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എവന്റ്സിന് വേണ്ടിയിട്ട് ആര് ചെയ്യും? പ്രൊമോട്ട് ചെയ്യാണ് ആര്? നമ്മുടെ പിസ്റ്റില്. ഓക്കെ, അങ്ങനെ അതിന് ശേഷം പൊള്ളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്യും. പൊള്ളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്ത് എന്തുണ്ടാക്കും? പൊള്ളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാ ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ? പൊള്ളൻ ട്യൂബ്. പൊള്ളൻ ട്യൂബ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ? യെസ് മാം. ഓക്കെ, വിളിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. പൊള്ളൻ ട്യൂബ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. പൊള്ളൻ ട്യൂബ് ഇങ്ങനെ വന്ന് ഇതിൽ കൂടെ വരും. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മൈക്രോബൈലർ എൻഡില് സൈനർഗിഡ്സിനെ ഒക്കെ എന്ത് ചെയ്യും? ഡീജനറേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതിന്റെ ഉള്ളിലോട്ട് ആര് കയറും? നമ്മുടെ പൊള്ളൻ ട്യൂബ് കയറും. ഇത്ര മനസ്സിലായില്ലേ? ഓക്കെ പൊള്ളൻ ട്യൂബ് ഏതിൽ കൂടെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് മനസ്സിലായില്ലേ? പൊള്ളൻ ജേംപോറിൽ കൂടിയാണ് പൊള്ളൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം മൈക്രോബൈലറെന്റിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മൈക്രോബൈലറെന്റിലേക്ക് കയറി കഴിയും. അതിന് മെയിൽ ഗ്യാമേറ്റ്സ് വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് കയറും. ഫിലിഫോമ പാറ്റസിലൂടെ കയറിയതിനു ശേഷം അവരെന്ത് സംഭവിക്കും? പിസ്റ്റില് ഇപ്പോ ഇൻകോമ്പാറ്റബിൾ ആണെങ്കിൽ ഇവര് റിജക്ട് ചെയ്യും. ഇൻകോമ്പാറ്റബിൾ ആണെങ്കിലാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ ജെം പിസ്റ്റില് അനുമതി കൊടുക്കണം. ജെം ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്തോന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിനുശേഷം പൊള്ളൻ ട്യൂബ് ഓവറിയിൽ റീച്ച് ചെയ്യാണ്. ഓവറിയിൽ റീച്ച് ചെയ്തതിനു ശേഷം എങ്ങോട്ടാ പോവാ? ഫസ്റ്റ് മൈക്രോബൈലർ റേഞ്ചിലേക്ക് പോകും. അതിൽ കൂടെ എന്ത് സംഭവിക്കും? ഫില്ലിഫോം അപ്പാരറ്റസ് വഴി സൈനർഗിഡ്സിൽ കൂടെ ഫില്ലിഫോം അപ്പാരറ്റസിലേക്ക് എത്തും. അവിടെ എന്തുണ്ടായിരിക്കും? അവിടെ നമ്മുടെ ആരുണ്ടായിരുന്നു? എക്സെൽസ് അതിന്റെ കൂടെ അല്ലേ ഉണ്ടായിരുന്നത്? അങ്ങനെ എക്സെൽസ് ആയിട്ട് ആര് ഫ്യൂസ് ചെയ്യും? നമ്മുടെ പൊള്ളൻ വെയിനിൽ. അപ്പൊ അവിടെ നിന്ന് ജനറേറ്റീവ് സെല്ലിൽ നിന്ന് മെയിൽ ഗ്യാമേറ്റിനെ റിലീസ് ചെയ്യും. അതിനുശേഷം എന്ത് സംഭവിക്കുക? അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. നമുക്ക് ഫെർട്ടിലൈസേഷൻ നമുക്ക് നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ പഠിക്കാനുണ്ട്. ക്ലിയർ ആയോ? ഇത് ജെം ട്യൂബ് പൊള്ളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ക്ലിയർ ആയ മക്കളെ? യെസ് മാം. ഓക്കെ, വേറെ ഒന്നുമല്ല, നമ്മുടെ പിസ്റ്റില് അവിടെ വന്ന് നമ്മുടെ പൊള്ളൻ ഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ പിസ്റ്റിൽ അതിനൊന്ന് സ്കാൻ ചെയ്യും. അടിമുടി നമുക്ക് പറ്റിയ ആളാണോ, നമ്മുടെ മോഡലാണോ എന്നൊക്കെ പിസ്റ്റില് ചെയ്തിട്ട് ഇൻകോമ്പാറ്റബിൾ ആണെന്ന് കഴിയുമ്പോൾ പിസ്റ്റില് റിജക്ട് ചെയ്യും. കോമ്പാറ്റബിൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിസ്റ്റില് അതിന് അനുമതി കൊടുക്കും. എന്തിന്? ജെം പോറ് പ്രൊഡ്യൂസ് ചെയ്യാനും. അതാണ് നമ്മൾ സെൽഫ് കോമ്പാറ്റബിലിറ്റിയിൽ പറഞ്ഞില്ലേ, ജെം ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് ഇൻഹിബിറ്റ് ചെയ്യും? നമ്മുടെ നമ്മുടെ പിസ്റ്റില് ഇൻഹിബിറ്റ് ചെയ്യും. അതാണ് നമ്മൾ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ഇതില് ഓക്കെ ആണെന്ന് കണ്ടു കഴിയുമ്പോൾ പിസ്റ്റിൽ അനുമതി കൊടുക്കും. അങ്ങനെ ജെം പോറ് ജെം ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അത് എങ്ങോട്ട് എത്തും? ഓവറിലേക്ക് റീച്ച് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ മാം. അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. എന്താണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്? ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് നടത്താൻ വേണ്ടി, അതായത് നമ്മൾ കുറച്ചും കൂടി ഈൽഡ് കിട്ടാനും കുറെ കൂടിയും നമുക്ക് കൃഷിനാശം ഒക്കെ സംഭവിക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടക്കുക. ഡിസൈഡ് പൊള്ളൻ ഗ്രെയിൻസ് നമ്മൾ എന്താണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്? ഇത് മെയിൻ ആയിട്ടുള്ള ടെക്നിക് എന്ന് പറയുമ്പോൾ ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ്. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മള് പൊള്ളൻ ഗ്രെയിൻസിനെ ഇതൊക്കെ എന്തായിരിക്കും? കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാ? ഇമാസ്കുലേറ്റ് ചെയ്യാന്ന് പറയാം. അതിനുശേഷം അതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്യല്ല, അതിനെ കൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ടുവെക്കണ്ട. ഇത് ഇമാസ്കുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പൊള്ളൻ ഗ്രെയിൻസ് കൊണ്ട് ഡസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യും? ബാഗിങ് ചെയ്യും. കാരണം എന്താ? വേറെ ആൾക്കാര് വേറെ പൊള്ളൻ ഗ്രെയിൻസ് ഒന്നും അവിടെ വന്ന് പോയിരുന്നല്ലോ. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ബാഗിങ് ചെയ്യും. ഇമാസ്കുലേഷൻ എന്ന് പറയുമ്പോൾ റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം ദി ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ബഡ് ഓഫ് ഫീമെയിൽ പാരന്റ് ബിഫോർ ദി ആന്തർ ഡെസിഗേറ്റ്സ്.
അപ്പൊ ആന്തറിനെ ഡെസിയേറ്റ് ചെയ്യണേക്കാൾ മുൻപ് അങ്ങോട്ട് എന്ത് ചെയ്യും, അതിനെ പൊട്ടിച്ച് കളയും. അതിനുശേഷം അതിനെന്ത് ചെയ്യും, ഈ മാസ്കുലേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിനെ കവർ ചെയ്യും വിത്ത് സ്യൂട്ടബിൾ ബാഗ് ഫോർ ദി, അതിന് അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻസ് വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മെഷർ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, മെയിൽ പാരന്റ് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കും. പോളൻ ഗ്രെയിൻസ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കണേ നമ്മൾ എന്ത് പറയാ, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ പറയാ. അതിനുശേഷം വീണ്ടും അതിനെ റീബാഗ് ചെയ്ത് വെക്കും അല്ലെ. ഇതാണ് നമ്മുടെ എന്ത് പറയണത്, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയണത്. കിട്ടിയോ? 3 സ്റ്റെപ്പുകളാണ് ഇമാസ്കുലേഷൻ, ആർട്ടിഫിഷ്യൽ പൊളിനേഷൻ ആൻഡ് ബാഗിങ്. ഇമാസ്കുലേഷൻ എന്ന് പറയുമ്പോൾ ആന്തറിനെ റിമൂവ് ചെയ്ത് കളയാണ് മക്കളെ. പോയി എല്ലാരും ഇതേ കഴിക്കാട്ടോ. ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അതായത് വേറെ ഒന്നുമല്ല, ഇതൊക്കെ നമ്മള് നാച്ചുറലി നടക്കുന്ന കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ, ലൈക്ക് എന്താണ്, നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ്, അതുപോലെ ഇപ്പൊ നമ്മുടെ നഴ്സറീസ്, അവിടെയൊക്കെയാണ് എന്ത് നടക്കുക, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത്. അത് ഹ്യൂമൻസ് ആണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തുക. നമ്മൾ മറ്റേതൊക്കെ ആരാ പറഞ്ഞത്, പ്ലാന്റ്സ്, ചെടികൾ, വെള്ളം, വാട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞത്. ഇവിടെ ഹ്യൂമൻസ് നടത്തുന്ന പോളിനേഷൻ ആണ് എന്ത്, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇമാസ്കുലേഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഫീമെയിലിനെ മാത്രം മതി. അപ്പൊ നമ്മൾ അവിടെ ഏത് ചെടീനെയാണോ ഉദ്ദേശിക്കുന്നത് ആ ചെടിയുടെ ആന്തേഴ്സിനെ ഞങ്ങൾ പൊട്ടിച്ചു കളയും. എന്നിട്ട് അതിനെ ബാഗ് ചെയ്ത് വെക്കും, വേറെ പോളൻ ഗ്രെയിൻസ് വന്ന് വീഴാതിരിക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റിഗ്മേനെ. അതിനുശേഷം നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിനെ കളക്ട് ചെയ്ത് കൊണ്ടിട്ട് അതിന്റെ സ്റ്റിഗ്മയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡസ്റ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ അവരെ ബാഗ് ചെയ്ത് വെക്കും. കാരണം വീണ്ടും അവിടെ വേറെ ആൾക്കാരൊന്നും വരാൻ പാടില്ല. അങ്ങനെ ബാഗ് ചെയ്ത് വെച്ചിട്ട് അവരെ മെച്ചുറേഷൻ ചെയ്യാൻ സംഭവിക്കും. അങ്ങനെ അവിടെ എന്ത് സംഭവിക്കും, ഫെർട്ടിലൈസേഷൻ ഒക്കെ നടന്ന് റീപ്രൊഡക്ഷൻ ഒക്കെ നടന്ന് നമ്മുടെ എന്തുണ്ടാവും, നമ്മുടെ അവിടുത്തെ ബേബിയാണ് ആര്, ഫ്രൂട്ടിൽ എന്തുണ്ടാവും, നമുക്ക് സീഡ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് അതിനെങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. മെയിൻ ആയിട്ട് ഇത് ചെയ്യണത് ക്രോപ്പ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും, നമുക്ക് നല്ല ഈൽഡും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ ആണ് മിസ്. അപ്പൊ ഇന്ന് എടുത്തത് നമ്മൾ എവിടെ വരെ എടുത്തത്, പൊളിനേഷൻ വരെയാണ് എടുത്തിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ ഇതും മറ്റേ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ഇല്ല മിസ്, മനസ്സിലായി. ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നാളെ തന്നെ ഇതിന്റെ PDF ഇടാം, എല്ലാവരും വായിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആദ്യം എടുത്ത ചാപ്റ്ററും ഈ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, ലാസ്റ്റ് ഭാഗമായിട്ടുള്ള പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്, അതായത് ഡബിൾ ഫെർട്ടിലൈസേഷനും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും കേട്ടോ. അത് സിമ്പിൾ ആണ്, നന്നായി പഠിക്കുക. എല്ലാത്തിനും വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ ആണ് ഇത്. അപ്പൊ ഇതെന്തായാലും പഠിക്കണം. മിസ് പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സും ഒന്ന് സ്ട്രെസ് ചെയ്ത് വായിച്ച് പഠിക്കാം. ഓക്കെ മിസ്. ഓക്കെ, താങ്ക് യു കേട്ടോ.